हरे कृष्णा सर्वं कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा पवन प्रियेश्वरन की जय। ഓം ശ്രീ മാത്രേ നമഃ. ഗുരുവായൂർ മഞ്ജരീസിന്റെ മഹാഭാരത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. വർക്ക് തീർന്നൊന്നും ചോദിക്കല. വർക്ക് തീർന്നാൽ ഞാൻ പെട്ടെന്ന് ആയിട്ട് പോകും. 4 വർഷം 5 വർഷം എഗ്രിമെന്റ് കൊടുക്കണമല്ല. ഹരേ കൃഷ്ണ. 9 മണിയായി. അപ്പോൾ നമുക്ക് വേഗം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് 8:30-ക്കായിരുന്നു ക്ലാസ് പറഞ്ഞത്, ക്ഷമിക്കണം. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ കുട്ടികളുടെ ക്ലാസ് സ്റ്റാർട്ടായിട്ടുണ്ട്, ഗുരുകുലം. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ജസ്റ്റ് ഒരു ഇൻട്രോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്, കുട്ടികളല്ലേ, അവർ LKG മുതൽ നഴ്സിംഗ് വരെയുള്ള കുട്ടികളുണ്ടാകുമ്പം ഓരോരുത്തരെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ച് ഗൂഗിൾ മീറ്റ് ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായത്, ക്ഷമിക്കുക. നാളെ മുതൽ കൃത്യം 8:30 മണിക്കായിരിക്കും ക്ലാസ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനില്ല. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941, 93 42 49 41. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത പോലെ ബിസി ആയിപ്പോയി, ക്ഷമിക്കുക. കാരണം കുറേ ജോലി തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ജോലിയൊന്നും തീർത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണ്ടേ. അപ്പോൾ സ്റ്റുഡിയോയിലൊക്കെ ആകുമ്പോൾ നമുക്ക് മൊബൈൽ അത്ര അലൗഡ് അല്ല. അതുകൊണ്ടാണ് അധികം ചിലപ്പം ചില സമയങ്ങളിൽ എനിക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. പിന്നെ ലേറ്റായി വന്നു കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഒന്ന് കിടന്നാൽ മതി എന്നൊരു തോന്നലുണ്ടാവും. അപ്പം അതുകൊണ്ടൊക്കെയാണ്. എനിവേ, നിങ്ങളെടുത്ത മെസ്സേജസ് എല്ലാം ഞാൻ കാണുന്നുണ്ട് നമ്മുടെ മഞ്ജരീസിൻ്റെ വാട്സപ്പിൽ.
കുറേ മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഇനിയും കുറച്ച് കൊടുക്കാനുണ്ട്. ഇടുമ്പോൾ ചെറിയ ചെറിയ മെസ്സേജായിട്ട് ഇടാൻ ശ്രമിക്കാം. വലിയ ഓഡിയോസ് ആകുമ്പോൾ ഒന്ന് ഫോൺ സപ്പോർട്ട് ചെയ്യില്ല, രണ്ട് ഇങ്ങനെ കേട്ടിരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷേ നമ്മളിങ്ങനെ ലെങ്തി ആയിട്ട് പോകുമ്പം അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട്, കാരണം കുറേ മെസ്സേജ് വരുമല്ലോ, അപ്പം എല്ലാത്തിനും റിപ്ലൈ ചെയ്ത് വരണ്ടേ. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓടി നല്ല എന്താ പറയുക, ഷൂട്ടും ഡബ്ബിങ്ങും എല്ലാം കൂടി ആകുമ്പോഴേ ഉറക്കം ശരിയാവുന്നില്ല. അതുകൊണ്ടുള്ള ക്ഷീണമാണ്, വേറെ ഒന്നുമല്ല. കുറേ വർക്ക് പെൻഡിങ് ആയതൊക്കെ തീർത്ത് കൊടുത്ത് വരുമ്പോൾ ഒന്ന് ബെഡ് കണ്ടാൽ സ്വസ്ഥം. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ പ്രധാനമായൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, എല്ലാവർക്കും ഏകാദശിയെ കുറിച്ച് വളരെയധികം ഡൗട്ട്സ് ഉണ്ട്, ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. എന്താണ് ഏകാദശി, എങ്ങനെയാണ് ഏകാദശി എടുക്കേണ്ടത്, ഏകാദശി എങ്ങനെയാണ് പാരണ വീടേണ്ടത്, ഏതൊക്കെ ഏകാദശി ഉണ്ട്, ആ ഏകാദശികളുടെ പേരെന്താണ്, ഈ ഏകാദശിയുടെ ഒക്കെ കഥ എന്താണ്, അല്ലെ? കുറെ ഡൗട്ട്സ് ഉണ്ട്. കാരണം നമ്മൾ കേട്ടറിഞ്ഞ ഏകാദശി എന്താണ്? ഗുരുവായൂർ ഏകാദശിയാണ്, ഇല്ലെങ്കിൽ തൃപ്രയാർ ഏകാദശി. ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ഏകാദശിയെ കുറിച്ച് അറിയില്ല. പക്ഷെ ഇപ്പോൾ ഇതുപോലെയുള്ള സത്സംഗങ്ങളും ഇസ്കോണും ഒക്കെ ഒന്ന് പ്രബലമായപ്പം, ശക്തമായി പ്രചരണം തുടങ്ങിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് പോലും എന്താണ് മാസത്തിൽ 2 ഏകാദശി ഉണ്ട് എന്നുള്ളത്. പൊതുവേ നമ്മുടെ മലയാളം കലണ്ടറിൽ നോക്കിയാൽ ത്രയോദശി, ദ്വാദശി, ഏകാദശി, നവമി, അങ്ങനെ കാണാൻ പറ്റും, അല്ലെ? നവമി പോലും ഒന്നല്ല, എല്ലാ മാസവും നവമി ഉണ്ട്, നവരാത്രി ഉണ്ട്. അപ്പോ ഇങ്ങനെ നമ്മൾക്ക് അറിയാൻ പറ്റുന്ന ഏകാദശിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു പുസ്തകം ഇപ്പം മഞ്ജരീസിലുണ്ട്. വളരെ ആധികാരികമായ ഇസ്കോണിന്റെ തന്നെ ബുക്കാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നമ്മൾക്ക് യാതൊരുവിധ എന്താ പറയാ സംശയങ്ങൾക്കും ഇടവരില്ല. അപ്പൊ അതുകൊണ്ട് ആ പുസ്തകം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനായിരിക്കില്ല ഇവിടുന്ന് പാക്ക് ചെയ്ത് വിടുന്നത്, എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും. കാരണം അതും കൂടി സാധിക്കില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് വാട്സപ്പിൽ നമ്മുടെ 93 42 49 49 41 എന്ന നമ്പറിൽ കൃത്യമായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് തരാം. പോസ്റ്റ്മാന് നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ടൈപ്പ് ചെയ്തിടുക. അഡ്രസ്സ് അയക്കുമ്പോൾ പിൻകോഡ് അയക്കാൻ മറക്കരുത്. അപ്പോൾ ആ ഏകാദശി പുസ്തകം ഇതാണ്. ഓക്കെ, ഏകാദശിയെ കുറിച്ചുള്ള ഒരു പുസ്തകം, വളരെ നല്ല പുസ്തകമാണ്. ഇതില് കൃത്യമായി പറഞ്ഞാല് ഭഗവാൻ ഹരിയുടെ ദിവസവും മാഹാത്മ്യം, വ്രതാനുഷ്ഠാനങ്ങൾ, ഹരിനാമത്തിന്റെ ആഗോള പ്രചാരകനായിരിക്കുന്ന ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദർജിക്കായി സമർപ്പണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇസ്കോണിന്റെ പുസ്തകം തന്നെയാണിത്. വളരെ ആധികാരികതയുള്ള പുസ്തകമാണ്. ഉൽപ്പന്ന ഏകാദശി, മോക്ഷദ ഏകാദശി, സഫല ഏകാദശി, പുത്രദ ഏകാദശി, ഷഡ്തില ഏകാദശി, ജയ ഏകാദശി, വിജയ ഏകാദശി, അമലഘി ഏകാദശി, പാപമോചിനി ഏകാദശി, കാമദ ഏകാദശി, വരുത്തിനി ഏകാദശി, മോഹിനി ഏകാദശി, അപര ഏകാദശി, ഭീമസേനി ഏകാദശി, അത് നിർജ്ജല ഏകാദശിയാണേ, യോഗിനി ഏകാദശി, പത്മ ഏകാദശി, കാമിക ഏകാദശി, ശ്ലാവണ ശുക്ല ഏകാദശി, അജ ഏകാദശി, പരിവർത്തിനി ഏകാദശി, ഇന്ദിര ഏകാദശി, പാശാങ്കുശ ഏകാദശി, രമ ഏകാദശി, ഹരിബോധിനി ഏകാദശി, പത്മിനി ഏകാദശി, പരമ ഏകാദശി. ഇത്രയും ഏകാദശികളുടെ 26 ഏകാദശികളുടെ ഒരു സമ്പൂർണ്ണ വിവരണം ഈ പുസ്തകത്തിലുണ്ട്. ക്ലിയർ? പിന്നെ ഇതിന്റെ അവസാനത്തിലായിട്ട് ഏകാദശി വ്രതം എങ്ങനെയാണ് മുറിക്കേണ്ടത്, അതായത് പാരണ വീടേണ്ടത് എങ്ങനെയാണ്, യുഗധർമ്മം എന്നാൽ എന്താണ്. ക്ലിയർ? ഇനി പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഏകാദശി എടുക്കുന്ന സമയത്തെ ഒരു പ്രതിജ്ഞാ മന്ത്രമുണ്ട്. അതായത് നിരാഹാരം എടുക്കുന്നവർ പറയേണ്ട മന്ത്രമുണ്ട്, പഴവർഗ്ഗങ്ങൾ മാത്രം കഴിക്കുന്നവർ പറയുന്ന മന്ത്രമുണ്ട്. ഇനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പാലിക്കേണ്ടത്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ് ഈ ഏകാദശി എന്ന് പറയുന്ന പുസ്തകം. ഇത് നമ്മുടെ ബുക്സ് കളക്ഷനിലുള്ള ഒരു പ്രധാനപ്പെട്ട പുസ്തകമായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, കാരണം പഴയതുപോലെ എനിക്ക് ഇങ്ങനെ നോക്കി 10 എണ്ണം 20 എണ്ണം 30 എണ്ണം അയക്കാനുള്ളൊരു സമയം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ എളുപ്പം തന്നു കഴിഞ്ഞു. കാരണം എനിക്കിവിടെ എന്തോ 150 200 പുസ്തകമേ എത്തിയിട്ടുള്ളൂ. അപ്പം അതിലിപ്പോൾ ഓൾറെഡി കുറേയൊക്കെ ബുക്കിംഗ് ആയി.
ഇനി കുറച്ച് പുസ്തകം കൂടി ഉണ്ടാവും. അപ്പം അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടുക. തന്നവരാരും ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് 2 പുസ്തകം വന്നു പോകും. അതല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദയവായി മഞ്ജരീസിന്റെ നമ്പറിലേക്ക് വിളിക്കേണ്ട, മെസ്സേജ് ഇട്ടാൽ മതി. കാരണം ഞാൻ ചിലപ്പോൾ സ്റ്റുഡിയോയിലൊക്കെ ആണെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളും വിഷമിക്കും, ഞാനും വിഷമിക്കും. അപ്പം എന്ത് ചെയ്യാം? മെസ്സേജ് ഇട്ട് വെക്കുക. മെസ്സേജ് മീൻസ് വാട്സപ്പ് ചെയ്ത് വെക്കുക. വാട്സപ്പ് ചെയ്ത് വെച്ചാൽ ഈ പുസ്തകം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ക്ലിയർ? അപ്പം അതൊന്ന്. പിന്നെ ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. എല്ലാ മിസ് കോൾസിലേക്കും ഞാൻ തിരിച്ചു വിളിക്കാം, വൈകാതെ തിരിച്ചു വിളിക്കാം. ഒന്ന് വർക്കിൻ്റെ തിരക്ക് ഒന്ന് ഒതുങ്ങിക്കോട്ടെ. കുറച്ചൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട് ഞാൻ, എന്നാലും തിരിച്ചു വിളിക്കാം. ഓക്കെ? അതെ, തീർച്ചയായിട്ടും എനിക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബുക്ക് വന്നപ്പം. കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഡൗട്ട്സ് ഉണ്ടല്ലോ. എനിക്കും കുറേ ഡൗട്ട്സ് ഏകാദശിയെ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാനും ഒരു നല്ല ബുക്കായി. ഞാൻ ഫസ്റ്റ് കോപ്പി അങ്ങോട്ട് എടുത്ത് മാറ്റി. ആദ്യത്തെ കോപ്പി എടുത്തിട്ട് ഭഗവാനെ വെച്ചിട്ട്, ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ, ഇത് വായിച്ചാൽ ഗുരുവേ എല്ലാം മനസ്സിലാവണേ, കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണേ, ഇത് വെച്ച് ക്ലാസ് എടുക്കാൻ സാധിക്കണേ, അടിയൻ ഇത് ഫോളോ ചെയ്യാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഫസ്റ്റ് കോപ്പി മാറ്റി വെച്ചു. ബാക്കി ബുക്ക് ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നിങ്ങൾ കുറേ പേര് കോഫി പൗഡറിനും പിന്നെ വൈഷ്ണവ ഗീതങ്ങൾ, കൃഷ്ണ അവബോധമൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് അയച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു നാളെ സാറ്റർഡേ അല്ലേ, ചിലപ്പം നാളെ കുറച്ച് പേർക്ക് കിട്ടുമായിരിക്കും, ചിലപ്പം മൺഡേ ട്യൂസ്ഡേ അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടുമായിരിക്കും. ഓക്കെ? ബാക്കി ഇനിയിപ്പോൾ ഈ ഏകാദശി പുസ്തകമാണ് അയക്കാനുള്ളത്. അപ്പോൾ അത് മഞ്ജരീസിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. വാട്സപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് അത് നോട്ട് ചെയ്ത് എഴുതിയെടുത്തിട്ട് അവരത് വേണ്ട പോലെ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും. ക്ലിയർ? അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ശ്രീ മഹാഭാരതമാണ്. നമ്മൾ ഇത്രയും ദിവസം ഗീതയായിരുന്നു പഠിച്ചത്. ഇത്രയും ദിവസം എത്ര ദിവസം? 3 മാസമായി മര്യാദയ്ക്കൊരു ക്ലാസ് എടുത്തിട്ട് അല്ലേ? അപ്പോൾ നമുക്കിപ്പം മഹാഭാരതം പഠിക്കാം. അപ്പം ഈ ബുക്കിൻ്റെ വില 200 രൂപയാണ്. പിന്നെ പോസ്റ്റൽ ചാർജും കൂടി ഉണ്ടാവും. ഓക്കെ? അപ്പോൾ നമുക്കിപ്പം മഹാഭാരതം പഠിക്കാം. മഹാഭാരതത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശാന്തി പർവമാണ്. നമ്മൾ ശാന്തി പർവമാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. ശാന്തി പർവത്തിൽ നമ്മൾ സുലഭാധർമ്മധ്വജ സംവാദത്തെ കുറിച്ചാണ് ഇനി പഠിക്കുന്നത്. സുലഭാധർമ്മധ്വജ സംവാദം അതെന്താ നമുക്ക് നോക്കാം കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണേ. വേറെ പേഴ്സണൽ മെസ്സേജുകളെല്ലാം മഞ്ജരീസിലേക്ക് ഇടും. ഇതിലിട്ടാൽ എൻ്റെ കോൺസെൻട്രേഷൻ പോകും. മഞ്ജരീസിലിട്ടോ, നോക്കാം. ഞാനിവിടെ മെസ്സേജ് നോക്കാൻ ഫ്രണ്ട്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അവർ നോക്കിക്കോളും. അപ്പോൾ സുലഭാധർമ്മധ്വജ സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് പല പല ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഓരോരോ ചോദ്യങ്ങൾ. കാരണം ഭീഷ്മ പിതാമഹൻ ആരാണ്? അദ്ദേഹം അറിവിന്റെ നിറകുടമാണ്. അദ്ദേഹത്തിന് എല്ലാത്തിനെ കുറിച്ചും കൃത്യമായ ധാരണയുണ്ട്. അത് ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആര് മനസ്സിലാക്കുന്നു? നമ്മുടെ യുധിഷ്ഠിരൻ മനസ്സിലാക്കാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കാണ്, മോക്ഷം കിട്ടുവാൻ ഗാർഹസ്ഥ്യത്തെ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണോ? ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുക്തന്മാർക്ക് ലോകത്തിൽ സ്വന്തം കർത്തവ്യങ്ങളിൽ ഏർപ്പെട്ട് ജീവിച്ചുകൂടെ? ഇത് നല്ലൊരു ചോദ്യമാണ് അല്ലെ? എന്താ ചോദിക്കുന്നത്? മോക്ഷം കിട്ടാൻ വേണ്ടി കുടുംബജീവിതം ഉപേക്ഷിക്കണോ? ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ, കുറച്ച് അറിവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വന്തം കർത്തവ്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട്, ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ജീവിച്ചൂടെ? അതിന് കുടുംബം ഉപേക്ഷിക്കണമെന്ന് നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താ പറയുക, പലരും മാറ്റി നിർത്തുന്നത് അതാണ്. നിങ്ങൾക്കറിയാമോ, കുടുംബജീവിതം എന്ന് പറഞ്ഞത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. എല്ലാവരാലും അത് സുഗമമായി നടത്തിക്കൊണ്ട് പോകാനും സാധിക്കില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ടവർക്ക് മാത്രം സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുടുംബജീവിതം. വളരെ അനുഗ്രഹിക്കപ്പെട്ടവർക്ക് മാത്രം ലഭിക്കുന്നതാണ് കുടുംബജീവിതം. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? കുടുംബജീവിതം നമ്മൾ തട്ടിക്കളയരുത്. അല്ലെങ്കിൽ പിന്നെ അത്രയും ചങ്കൂറ്റവും തൻ്റെ ഇടവും വേണം. എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ആ ചങ്കൂറ്റവും തൻ്റെ ഇടം ഉണ്ടെങ്കിൽ, ശ്രീലത മാതാജി വിളിച്ചപ്പോൾ ഞാൻ കുട്ടികളുടെ ക്ലാസ്സിലായിരുന്നു, അതാ കട്ട് ചെയ്തത്. ആ ചങ്കൂറ്റവും തൻ്റെ ഇടവും ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ല എങ്കിൽ എന്താ ഉണ്ടാവുക അറിയോ? ഇങ്ങനെ കരഞ്ഞു 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 ഇങ്ങനെ കഷ്ടപ്പാടും പറഞ്ഞ് എനിക്കാരുല്ലേ 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 എന്ന് പറഞ്ഞിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിന്നെ ഒരു വിഭാഗം ആളുകൾ പറയുന്ന എന്താ പറയുന്നത്, വാട്സപ്പിൽ ലിങ്ക് വന്നു ഇപ്പൊ വന്നു. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറയുന്ന എന്താ അറിയോ? നമ്മൾ ഈശ്വരനിലേക്ക് അടുക്കുമ്പോൾ കുടുംബജീവിതത്തെ മാറ്റിവെക്കണം. തെറ്റാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല.
നമ്മളെ കുടുംബത്തിൽ ഇപ്പം നമ്മൾ എത്രത്തോളം ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നുവോ അതേപോലെ എന്താവില്ല നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ ഹസ്ബൻഡിന്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ അവരെ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ എന്തിനാ നമ്മുടെ മക്കൾ പോലും ചിലപ്പം അതൊന്നും അത്രയും ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. കൃത്യമായിട്ട് അവർക്കൊരു പക്ഷേ ഹരേ കൃഷ്ണ മഹാമന്ത്ര പോലും ജപിക്കാൻ അറിയില്ലായിരിക്കാം. അപ്പൊ നമ്മൾ അത് ചെയ്യുമ്പോൾ അവരത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളൊരു വഴക്കിന് നിൽക്കരുത്. ഒരിക്കലും അവരെ കമ്പൽ ചെയ്യാനും പാടില്ല. നമുക്ക് കുറച്ച് ജ്ഞാനം കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, അവർക്കത് ചൊല്ലാനൊരു സമയമുണ്ട്. നമ്മൾക്കത് ചൊല്ലാനൊരു സമയം വന്നപ്പം നമ്മൾക്ക് എന്തായി, അത് ചൊല്ലാനുള്ള അനുഗ്രഹമായി. അതേപോലെ നമ്മുടെ മക്കൾക്കും മറ്റുള്ളവർക്കും അത് ചൊല്ലാനൊരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചൊല്ലുന്നു അതുകൊണ്ട് നിങ്ങൾ ചൊല്ലിയാകണം എന്നൊന്നും പറഞ്ഞ് വാശി പിടിക്കരുത്. നമ്മൾ അവർക്ക് വേണ്ടി ചൊല്ലുക. അങ്ങനെ ആ ജീവാത്മാവിനെയും കൂടെ ഭഗവാനിലേക്ക് അടുപ്പിക്കുക. അല്ലാതെ ഞാൻ ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ഭഗവാനെ അറിഞ്ഞു അതുകൊണ്ട് എനിക്കിനി ലൗകിക ലൈംഗിക ജീവിതങ്ങളൊന്നും വേണ്ട, ഞാൻ ഇനി ഇങ്ങനെ ജീവിക്കൂ, കാഷായ വസ്ത്രത്തിലൂടെ ജപമാലയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും. സീരിയസ്ലി ഞാൻ പറയുന്നു, ഒറ്റപ്പെട്ടു പോകും. അപ്പൊ നമ്മൾ പറയും ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഭഗവാൻ ഉണ്ട് എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലും നമ്മുടെ കർമ്മഫലങ്ങളാൽ നമ്മൾ അനുഭവിക്കുന്ന ദുരിതത്തിലും ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മളായിട്ട് ചെയ്തു വെക്കുന്ന തോന്നിവാസങ്ങൾക്ക് ഈശ്വരൻ കൂടെയില്ല. അതാദ്യം ചിന്തിക്കുക. ഈശ്വരൻ നമുക്ക് ഒരു കുടുംബം തന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചു മുന്നോട്ട് പോകും. അതല്ല ഈശ്വരൻ നമ്മൾക്ക് ഒരു എന്താ പറയാ ബ്രഹ്മചാരി ലൈഫാണ് തന്നിട്ടുള്ളെങ്കിൽ അങ്ങനെ ജീവിച്ചു പോവാം. ഒരു സന്യാസ ജീവിതമാണ് ഈശ്വരൻ തന്നിട്ടുള്ളെങ്കിൽ അങ്ങനെ ജീവിച്ചു പോവാം. നമ്മളായിട്ട് ഓരോ രീതിയിലോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ട. മനസ്സിലാവുന്നുണ്ടോ? സന്യസിക്കേണ്ട വ്യക്തികൾ സന്യസിച്ചോളും. നമ്മൾ കുടുംബമായി വന്നതിന് ശേഷം നമ്മൾ ഭഗവാനെ അറിഞ്ഞു, നമ്മൾ സത്സംഗങ്ങൾ കേട്ടു, ഞാൻ ഇനി മാറി എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തെ വലിച്ചെറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഈശ്വരൻ പോലും തുണയുണ്ടാവില്ല. കാരണം എന്താ? കർമ്മം ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാനെ അറിഞ്ഞെന്നോർത്തിട്ട് നമ്മൾ 24 മണിക്കൂറും ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല. കർമ്മം ചെയ്യണം, ജോലി ചെയ്യണം. ജോലി ചെയ്ത് ഭഗവാനെ മനസ്സിലാക്കി നമ്മൾ ഒരു നിഷ്ഠയായ ജീവിതം നയിക്കുമ്പോൾ അത് ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന രീതിയായി. അല്ലെങ്കിൽ പിന്നെ അത് ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന രീതി അല്ല. മനസ്സിലാവുന്നുണ്ടോ? പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, മാതാജി ക്ലാസ് ഒക്കെ എടുക്കുന്നതല്ലേ, ഇസ്കോണുമായി ബന്ധമുള്ളതല്ലേ, പിന്നെ മാതാജി എന്താ ഗോപീചന്ദനം വെക്കാത്തത്, എന്താ കണ്ടിമാല ഇടാത്തത്? സ്വാഭാവികമായ ചോദ്യം. പക്ഷെ എൻ്റെ പ്രൊഫഷൻ അത് ചേരില്ല. അവിടെയാണ് പ്രശ്നം. എൻ്റെ പ്രൊഫഷന് അത് ചേരില്ല. കാരണം എന്താ? രാത്രി 11, 12, 1 മണിക്കും ഷൂട്ട് കഴിഞ്ഞ് വരുന്ന ഞാൻ പിറ്റേന്ന് രാവിലെ 4, 5 മണിക്ക് പോകുമ്പോൾ വീണ്ടും ഈ കണ്ടിമാല ഊരി വെക്കണ്ടേ? വീണ്ടും ഇതെടുത്ത് രാത്രിയെ മണിയണ്ടേ? അപ്പോ എൻ്റെ പ്രൊഫഷൻ അത് ചേരാത്തത് കൊണ്ട് ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അങ്ങയോടുള്ള പരമമായ ഭക്തി എൻ്റെ ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ ഞാൻ അങ്ങയെ സ്ഥാപിക്കുന്നു, അങ്ങയെ അറിയുന്നു, അറിയാൻ ശ്രമിക്കുന്നു, അങ്ങയുടെ വാക്കുകളിലൂടെ ജീവിക്കുന്നു. അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. പക്ഷെ ഞാൻ അങ്ങയെ അറിയുന്നു, ജപിക്കുന്നു, വായിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മൾ എന്ത് ചെയ്യാം? ഒരിക്കലും ഒരു ഭക്തി എന്ന് പറയുന്നത് ഒരു കാട്ടിക്കൂട്ടലുകളല്ലാത്ത രീതിയിലുള്ള ജീവിതമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. ചിരിക്കേണ്ടടുത്ത് ചിരിക്കുക, തമാശ പറയേണ്ടടുത്ത് തമാശ പറയാം. ഇല്ലെങ്കിൽ നമ്മൾ എന്തിനു പറ്റും? നമ്മുടെ ലൈഫ് ഒറ്റപ്പെട്ട ലൈഫായി പോകും. അതിലൊരു സുഖമില്ല. ഇപ്പം ഞാൻ ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പലരും പല രീതിയിലുള്ള തമാശകൾ പറയും. അത് ആസ്വദിക്കും, മറുപടി പറയും, ചിരിക്കും, ചിന്തിക്കും. അത് ഭൗതികമാണ് എന്ന് പറഞ്ഞ് ഞാൻ മാറിയിരുന്നാൽ കാലാകാലം ഞാൻ മാറിയിരിക്കേണ്ടി വരും. എനിക്കൊരാവശ്യം വരുമ്പോൾ ചിലപ്പം ഭഗവാൻ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുമില്ല എന്നല്ല, ആരെങ്കിലും കൊണ്ടുവന്ന് തരും. എങ്കിലും ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ചിരിക്കുക, സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ സന്തോഷിക്കുക. 24 hours നമുക്ക് ജപിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്കെല്ലാം വേണം അല്ലേ? നമുക്ക് ചുറ്റുപാടുള്ള എല്ലാം വേണം. നമ്മളെപ്പോഴും കരഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ? അല്ല. എപ്പോഴും വേദനിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ? അല്ല. നമ്മുടെ ഷോൾഡർ നിറച്ചും കരയാനും വേദനിക്കാനും മാത്രമുള്ള ബാണ്ടക്കെട്ടുകൾ നമ്മൾ കുറെ കഴിഞ്ഞ ജന്മങ്ങളിലൂടെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിണിത ഫലമായി ഈ ജന്മം നമ്മൾ ഓട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒന്ന് മറികടന്ന്
ജപിക്കുക, വായിക്കുക, സ്വസ്ഥമായി ഇരിക്കുക, ഉറങ്ങുക, കഴിക്കുക, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞ് കഴിക്കുക. ഇതിനൊക്കെ ഒരു ജീവിതത്തിൽ ഒരു സമാധാനം വേണം. ഈ സമാധാനമാണ് സാത്വികത എന്ന് പറയുന്നത്. ഈ സാത്വികമായിരിക്കുന്ന സമ്പൂർണമായ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ജപിക്കുന്നതിന്റെയും വായിക്കുന്നതിന്റെയും ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നതിന്റെയും അർത്ഥം എന്താണ്? നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യം ആലോചിക്കണം. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ജപിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടി, എന്ത് നേട്ടത്തിന് വേണ്ടി നമ്മൾ ഇത് ചെയ്യുന്നു, അതേക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. എന്തിനാ അമ്പലത്തിൽ പോന്നേ? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മുടെ കാര്യം സാധിക്കണം, അതൊരു കാര്യം. രണ്ടാമത്തെ, നമ്മൾ എന്തിനു വേണ്ടി അമ്പലത്തിൽ പോകുന്നത്? ഒരു മനസ്സമാധാനം കിട്ടാൻ, അല്ലെ? ഒരു സമാധാനം ജീവിതത്തിൽ വേണം. എപ്പോഴും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിനു പറ്റും? അയ്യോ, ഞാനൊക്കെ ആണെങ്കിൽ ഇറിറ്റേഷൻ എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിന്ന് ഓടിപ്പോകാൻ ഇഷ്ടപ്പെടുന്ന ആളാ. ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു തരത്തിലും നമ്മൾ എന്താ പറയാ, ഞാൻ നിൽക്കില്ല, മറുപടി പോലും കൊടുക്കില്ല. എനിക്ക് ഈ പരാതിയും പരിഭവങ്ങളും തീരെ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. മാക്സിമം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ജപിക്കുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, അങ്ങനെ 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 നമ്മൾ സ്വസ്ഥം. അതാണ് വേണ്ടത്. അതാണ് സാത്വികത, ഇല്ലേ? അപ്പോൾ ഈ സാത്വികമായിരിക്കുന്ന ഒരു ജീവിതത്തിലെ നമുക്ക് ഒരു നല്ല മനസ്സുണ്ടാവും. ആ നല്ല മനസ്സിലാണ് ഈശ്വരൻ ഉണ്ടാവുക. അവിടെയാണ് സമാധാനം ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? കാരണം മനസ്സ് കലുഷിതമായി കഴിഞ്ഞാൽ എന്തായി? നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നു, എൻ്റെ മൈൻഡ് ഭയങ്കര ഡെസ്പാണ്, ഒരു അപ്സെറ്റാണ് എൻ്റെ മനസ്സ്. എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. വളരെയധികം ഇറിറ്റേഷൻ ആയിരിക്കുന്ന ഒരു കാര്യം കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി എനിക്ക് ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല. മനസ്സ് പീസ്ഫുൾ ആണെങ്കിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കും അതുപോലെ തന്നെയല്ലേ? ഒരു ജോലി ചെയ്യുമ്പോൾ മനസ്സിന് സമാധാനം വേണം, സ്വസ്ഥമായി ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എല്ലാം ഒരു യാന്ത്രികമായിരിക്കും. ആ ഭക്തി പോലും യാന്ത്രികമായിരിക്കും. ഇപ്പൊ ഭഗവാന് പൂജ ചെയ്യണം, ആ ചെയ്യുന്ന സമയത്ത് ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി എന്ന് പറഞ്ഞ പോലെ നമുക്ക് പൂജ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശാന്തമായ അവസ്ഥയിലൂടെ നമ്മൾ ജീവിച്ചു പോകാൻ ശ്രദ്ധിക്കണം. ആ ശാന്തതയുള്ള സാഹചര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മാത്രം മുന്നോട്ട് പോവുക. ഇനി ഒരു അശാന്തമായ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുകയാണെങ്കിൽ ആ അശാന്തിയിൽ എങ്ങനെ ഒരു നല്ല തീരുമാനം എടുക്കാം എന്നുള്ളത് കൂടെ നമുക്ക് ഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഭീഷ്മ പിതാമഹൻ മറുപടി പറയാണ്, വിഷയവൈരാഗ്യം കൊണ്ട് ജ്ഞാനം നേടിയിട്ട് മുക്തനായ ഒരാൾക്ക് പിന്നീട് ലോകകാര്യങ്ങളിൽ ഏർപ്പെടുക വിഷമമായിരിക്കും. എന്താ പറയുന്നത്? വിഷയവൈരാഗ്യം കൊണ്ട് ജ്ഞാനം നേടി മുക്തനായ ഒരാൾക്ക്, നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം കിട്ടി, ആ വിഷയം നമ്മൾ വൈരാഗ്യം മീൻസ് മറ്റേ വൈരാഗ്യമില്ല, നമുക്കത് ആ ഒരു വിഷയം നമുക്കിനി വേണ്ട ജീവിതത്തിൽ എന്ന് കരുതിക്കൊണ്ട് ഒരു വിഷയ വൈരാഗ്യം, അതായത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പലതും മാറ്റിവെക്കുകയാണ്. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ട് അതിൽ നിന്നൊക്കെ പുറത്തു വന്ന ഒരാൾക്ക് പിന്നീട് ലോകകാര്യങ്ങളിൽ ഏർപ്പെടാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല, അല്ലേ? ഒരിക്കലും സാധിക്കില്ല. ഇപ്പോ ഞാൻ പറയാണ്, ഞാൻ സിനിമ കാണാറില്ല, എനിക്ക് സിനിമ ഇഷ്ടമല്ല, സിനിമയുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല, എനിക്ക് അങ്ങനത്തെ എന്റർടൈൻമെന്റ്സ് ഒന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ സിനിമയിൽ അഭിനയിക്കും? ചിന്തിച്ചു നോക്കൂ. നമുക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ പ്രൊഫഷൻ അതാണെങ്കിൽ ഞാൻ അതേക്കുറിച്ച് ഒരു 25% മനസ്സിലാക്കിയിരിക്കണം. വേണ്ടേ? ഈ ലോകത്ത് എല്ലാം എന്റർടൈൻമെന്റ്സ് ആണ്, അല്ലാന്ന് പറയാൻ പറ്റൂ. ഓൾമോസ്റ്റ് എല്ലാം എന്റർടൈൻമെന്റ്സ് ആണ്. സീരിയസ് ആയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ അതിൻ്റെയൊക്കെ അവസാനം എന്തായിരിക്കും? എല്ലാം വിട്ടെറിഞ്ഞ് നമ്മൾ ഭഗവാനിലേക്ക് പോകണം. എല്ലാം വിട്ടെറിഞ്ഞ് നമ്മൾ പോകണം. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യത്തെയും നമ്മൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുക. അല്ലാതെ അതില്ല, ഇതില്ല, അത് വേണ്ട, ഇത് വേണ്ട, അങ്ങനെയല്ല, ഇങ്ങനെയില്ല, എങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാക്കാനും പറ്റൂല, ഒന്നും അംഗീകരിക്കാനും പറ്റൂല, ഒന്നും ഉൾക്കൊള്ളാനും പറ്റൂല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നുമില്ല, ജീവിതത്തിൽ ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? മുക്തന്മാരായവർ എല്ലാ സംഘങ്ങളും വിട്ട് സന്യാസ ജീവിതം നയിക്കുന്നവരായിരിക്കും. അപ്പൊ ഈ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം വിട്ടെറിഞ്ഞു പോകുന്നവര്. അവരൊന്നിനെ കുറിച്ചും ചിന്തിക്കില്ല.
സന്യാസി എന്ന് ഇപ്പോഴത്തെ സന്യാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റൂല. കാരണം എന്താ, AC കാറിൽ യാത്ര ചെയ്യുന്നവരാണ്, AC റൂമിൽ കിടന്നുറങ്ങുന്നവരാണ്, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരാണ്, വലിയ എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ള വ്യക്തികളാണ് സന്യാസ ജീവിതം നയിക്കുന്ന ആൾക്കാർ. കാലത്തിനനുസരിച്ച് മാറേണ്ടിയിരിക്കുന്നു, നമുക്കൊന്നും പറയാൻ പറ്റൂല. പക്ഷേ ഒരു യഥാർത്ഥ സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാം മാറ്റിവെച്ച് അവരവരുടേതായ ലോകത്ത് ഈശ്വരനെ ഭജിച്ച് ജീവിക്കുന്നവരാണ്. മനസ്സിലാവുന്നുണ്ട്? അല്ലാണ്ട് നമ്മൾ എല്ലാ ലൗകികമായിരിക്കുന്ന ജീവിത സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ അതെങ്ങനെ സന്യാസ ജീവിതം എന്ന് പറയും? അതൊരിക്കലും സന്യാസ ജീവിതമല്ല. അങ്ങനെയെങ്കിൽ പിന്നെ മോക്ഷം ആഗ്രഹിക്കാതിരുന്നാൽ പോരെ? നമ്മൾ ഈ ലോകത്ത് നമ്മളായിട്ട് ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയാൽ പോരെ? അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നിന്ന് പുറത്തു വന്ന് ജീവിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സന്യാസ ജീവിതം നയിക്കുന്നവരാണ്. ഇതിന് ഉദാഹരണമായിട്ട് ഒരു കഥ പറയുന്നുണ്ട്. എന്താ അത്? ധർമ്മധ്വജ രാജാവും സുലഭയും കൂടെ നടന്ന ഒരു സംഭവം. ശ്രദ്ധിച്ചു കേൾക്കണേ. ധർമ്മധ്വജ രാജാവും സുലഭയും തമ്മിൽ നടന്ന ഒരു സംഭവം ഇതിനൊരു കഥയായിട്ട് പറയുന്നുണ്ട്. ജനകന്റെ വംശത്തിൽ പിറന്ന ധർമ്മധ്വജൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ രാജാവ്, ജനകന്റെ വംശത്തിൽ ജനിച്ച ധർമ്മധ്വജൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ രാജാവ് മോക്ഷശാസ്ത്രങ്ങളെല്ലാം പഠിച്ചതിനു ശേഷം ജ്ഞാനം നേടിയിട്ട്, അറിവ് നേടിയിട്ട് ജീവമുക്തനായിട്ട് ഇങ്ങനെ കൊട്ടാരത്തിൽ തന്നെ താമസിച്ച് രാജ്യകാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജീവമുക്തനായിട്ട്, അതായത് മരണം എന്ന് പറയുന്നത് എന്താണ്, ജീവിതം എന്ന് പറയുന്നത് എന്താണ്, ഇതേക്കുറിച്ചൊക്കെ നന്നായി പഠിച്ച് ജീവനെ കുറിച്ചും ആത്മാവിനെ കുറിച്ചൊക്കെ ശരിക്ക് പഠിച്ച് ജ്ഞാനം നേടി അദ്ദേഹം ഇങ്ങനെ കൊട്ടാരത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്, രാജ്യം കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ജ്ഞാനിയാണ് എന്നുള്ള ആ ഒരു വാർത്ത ലോകത്തെല്ലാവർക്കും അറിയാൻ പറ്റി. വലിയ ജ്ഞാനിയാണ്, ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒത്തിരി അറിവുണ്ട് എന്നുള്ള കാര്യം ലോകത്തെല്ലാവരും മനസ്സിലാക്കി. അനേകം ഋഷിമാരും യോഗികളും അന്ന് വേണ്ട കുറെ ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ വന്നു. ബിന്ദുമ്മ, കുറെ ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. ആ സമയത്ത് സുലഭ എന്ന് പറയുന്ന ഒരു യോഗിനി, എന്താണ് സുലഭ, ആ സമയത്ത് ഇങ്ങനെ ലോകത്തിലുള്ള ഒരുപാട് പേര് കാണാൻ വന്ന സമയത്ത് സുലഭ എന്ന് പറയുന്ന ഒരു യോഗിനി ഭിക്ഷുധർമ്മം ചോദിച്ചുകൊണ്ട് ഭിക്ഷുധർമ്മം സ്വീകരിച്ച് പരിവ്രജനം ചെയ്തിരുന്നു. മനസ്സിലാവുന്നത്? സുലഭ എന്ന് പറയുന്ന ഒരു യോഗിനി ഭിക്ഷുധർമ്മം സ്വീകരിച്ചിട്ട് പരിവ്രജനം ചെയ്തിരുന്നു. അതായത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഭിക്ഷ യാചിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ധർമ്മധ്വജനെ കുറിച്ച് അദ്ദേഹത്തിന്റെ യശസ്സിനെ പറ്റി, കീർത്തിയെ പറ്റിയിട്ട് സുലഭയ്ക്ക് അദ്ദേഹം ശരിയായ ഒരു ജ്ഞാനിയാണോ എന്നൊന്ന് മനസ്സിലാക്കണം, ഒന്ന് തിരിച്ചറിയണം എന്നൊരാഗ്രഹം വന്നു. ക്ലിയർ? സുലഭയ്ക്കൊരു ആഗ്രഹം എന്താണ്, അദ്ദേഹം ശരിയായ ജ്ഞാനി തന്നെയാണോ എന്നൊന്ന് സുലഭയ്ക്ക് അറിയണം എന്നൊരാഗ്രഹം വന്നു. ആര്? ധർമ്മധ്വജൻ ശരിയായ ജ്ഞാനിയാണോ എന്ന് അറിയണം എന്നൊരാഗ്രഹം വന്നു. അപ്പോൾ എന്താ പറയാ, ഫസ്റ്റ് ലൈവ് ആണോ? സൂപ്പർ. അപ്പോൾ ഈ ധർമ്മധ്വജൻ എവിടെയാ ഉള്ളത്? കൊട്ടാരത്തിൽ തന്നെയാണ്. ഭയങ്കര ധർമ്മം, അറിവൊക്കെ ഭയങ്കര ഉള്ള ഒരാളാണ്. നമസ്തേ. അറിവൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അറിവിനെ കുറിച്ചൊന്ന് പരീക്ഷിക്കാൻ സുലഭയ്ക്ക് ഒരു ആഗ്രഹം. ഒരു ദിവസം അതെന്ത് ചെയ്തു, അവര് തന്റെ യോഗശക്തി കൊണ്ട് കൊട്ടാരത്തിലെത്തി. എന്നിട്ട് എന്താ ചെയ്തത്, രാജാവ് അവരെ വേണ്ടതുപോലെയൊക്കെ സ്വീകരിച്ചു. ഈ രാജാവ് ഈ സുലഭയെ നല്ല രീതിയിലൊക്കെ സ്വീകരിച്ചിട്ട് അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപം ധരിച്ചുകൊണ്ടാണ് വന്നത്. ഓക്കെ, സുലഭയുടെ ആ ഒരു ആകർഷകമായിരിക്കുന്ന ആ ഒരു സൗന്ദര്യം, സുലഭ ഒരു സ്ത്രീയുടെ രൂപത്തിലാണ് വന്നത്. അപ്പോൾ സുലഭയുടെ ആ ഒരു ഭയങ്കരമായിരിക്കുന്ന സൗന്ദര്യവും തേജസ്സും എല്ലാം കൂടി കണ്ടപ്പോൾ രാജാവ് അങ്ങ് അത്ഭുതപ്പെട്ടു. നല്ല സുന്ദരിയായ ഒരു സ്ത്രീ ആയിട്ടാണ് സുലഭ വന്നിരിക്കുന്നത്. അവരൊരു നല്ല ഭിക്ഷുണി അല്ലെന്നാണ് രാജാവിന് തോന്നിയത്. ഇവര് നല്ലൊരു ഭിക്ഷുണി അല്ല. ഇല്ല മാതാജി, ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഹാരം കൊണ്ടുവരാത്തത്. ഞാനിവിടെ പകൽ സമയങ്ങളിൽ ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഉണ്ടെങ്കിലേ ഹാരം ഓർഡർ ചെയ്യത്തുള്ളൂ. ഞാൻ ഇവിടുന്ന് ഏർലി മോർണിംഗ് പോകും. അപ്പോൾ ഷൂട്ടിന് വേണ്ടി, ഡബിങ്ങിന് വേണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വരുമ്പം ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഹാരം കൊണ്ടുവരാൻ പറയാത്തത്. ഇവിടുത്തെ ചൂടിനത് ചീത്തയായി പോകും. വേനുള്ള സമയത്തെ ഹാരം ഓർഡർ ചെയ്യും.
അപ്പോ ഈ രാജാവ് ഈ സുലഭയെ കണ്ടപ്പോൾ മനസ്സിലാക്കിയത് എന്താ, ഇവര് നല്ലൊരു ഭിക്ഷുണി അല്ല. പിന്നെ അദ്ദേഹം രാജ്യസഭയിൽ ഭിക്ഷുണിയോട് പറഞ്ഞു, രാജ്യസഭയിൽ വന്നിട്ട് ഈ ധർമ്മധ്വജൻ ഇരുന്നു. എന്നിട്ട് ഭിക്ഷുണിയോട് പറയാണ്, അതായത് സുലഭയോട് പറയാണ്, ഭവതി ആരാണ്? ആകൃതിയും വേഷവും ഭിക്ഷുണിയുടേതാണ്. അങ്ങേ കാണാൻ ആ ഒരു രൂപവും വേഷമൊക്കെ ഭിക്ഷുണിയെ പോലെ തന്നെ ഇരിക്കുന്നു. പ്രായവും സമ്പ്രദായവും ഒന്നും നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് അത് ശരിയല്ലല്ലോ. അവിടുത്തെ പ്രായവും സമ്പ്രദായങ്ങളും രീതികളും നോക്കുമ്പം ഭിക്ഷുണിക്ക് യോജിച്ചതല്ലല്ലോ. ഫസ്റ്റ് ലൈവ്. നമസ്കാരം. യൗവനയുക്തയായിരിക്കുന്ന, സുന്ദരിയായിരിക്കുന്ന, സൗഭാഗ്യവതിയായിരിക്കുന്ന ഒരു സ്ത്രീ ഭിക്ഷുണിയാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നാട് മുഴുവൻ ഇങ്ങനെ എന്താ പറയുന്നത് സഞ്ചരിച്ച് അലഞ്ഞു നടക്കുമ്പോൾ എങ്ങനെ പരിവ്രജനമാകും? അത് എനിക്ക് അങ്ങോട്ടേക്ക് മാച്ച് ആവുന്നില്ലല്ലോ. അങ്ങയുടെ കാഴ്ചയിൽ അവിടുന്ന് ഒരു ഭിക്ഷുണിയാണ്, പക്ഷെ അങ്ങയുടെ പ്രായം ഇതൊക്കെ നോക്കി വരുമ്പോൾ അവിടുന്ന് ഒരു ഭിക്ഷുണിയല്ലല്ലോ എന്ന് പറഞ്ഞു. എന്തെല്ലാമോ ഉദ്ദേശങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് തെണ്ടി നടക്കുകയാണെന്നേ ആൾക്കാർ കരുതൂ. മനസ്സിലായില്ലേ? ഈ രാജാവ് പറയണം, അവിടുന്ന് എന്തൊക്കെയോ ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ച് ഇങ്ങനെ തെണ്ടി നടക്കാന്നായിരിക്കും അവിടത്തെ കണ്ടാൽ ആളുകൾ പറയുന്നത്. മോക്ഷമാണ് ആവശ്യമെങ്കിൽ അവിടുന്ന് ഒരു കാര്യം ചെയ്യൂ. രാജാവ് പറഞ്ഞു, ഈ സുലഭയോട് പറഞ്ഞു, അവിടുത്തെ ലക്ഷ്യം മോക്ഷമാണെങ്കിൽ അവിടുന്ന് ഒരു കാര്യം ചെയ്യൂ. വീട്ടിലിരുന്നു കൊണ്ട് മോക്ഷശാസ്ത്രം പഠിച്ചിട്ട് ബ്രഹ്മനിഷ്ഠരയെ അഭ്യസിച്ചുകൂടെ? ബ്രഹ്മനിഷ്ഠരെ അഭ്യസിച്ചുകൊണ്ട് അവിടത്തേക്ക് മോക്ഷം കരസ്ഥമാക്കിക്കൂടെ? എന്തിനങ്ങ് ഇങ്ങനെ തെണ്ടി നടക്കുന്നു എന്ന് ചോദിച്ചു. വീട് മോക്ഷപ്രാപ്തിക്ക് തടസ്സമല്ലെന്നതിന് ഞാനൊരു ഉദാഹരണമാണല്ലോ. അപ്പൊ രാജാവ് പറയാണ്, മോക്ഷം കിട്ടാൻ തെണ്ടി നടക്കണമെന്നില്ല, എവിടെങ്കിലൊക്കെ പോയി ഇരിക്കണമെന്നില്ല, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മോക്ഷം സിദ്ധിക്കാം. ഇപ്പൊ ഞാൻ ഈ കൊട്ടാരത്തിൽ വീട്ടിലിരുന്നു കൊണ്ടല്ലേ മോക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്വീകരിക്കുന്നത്. അപ്പൊ അവിടത്തേക്കും അതുപോലെ അങ്ങയുടെ വീട്ടിലിരുന്നു കൊണ്ട് എന്താ പറയാ ബ്രഹ്മനിഷ്ഠയൊക്കെ ചെയ്ത് അവിടത്തേക്ക് മോക്ഷം വാങ്ങിക്കൂടെ? എന്തിനിങ്ങനെ തെണ്ടി നടന്ന് മോക്ഷം കിട്ടാൻ വേണ്ടി ഇങ്ങനെ തെണ്ടി നടക്കുന്നു എന്ന് ചോദിച്ചു. പഞ്ചശികൻ എന്ന ജീവമുക്തനിൽ നിന്ന് മോക്ഷശാസ്ത്ര വിധിയൊക്കെ യഥാപോലെ പഠിച്ച് ജ്ഞാനസമ്പന്നനായിരിക്കുന്ന ബ്രഹ്മനിഷ്ഠനുമായതിനു ശേഷം ഞാൻ വീട് വിട്ടു പോയിട്ടില്ല. അദ്ദേഹം പറയാണ്, ഞാൻ ഇത്രയൊക്കെ പഠിച്ച് ഞാൻ ഇതൊക്കെ ആക്കിയിട്ടും ഞാൻ എൻ്റെ വീട് വിട്ടു പോയിട്ടില്ല. ഞാൻ ഇപ്പോഴും വീട്ടിൽ തന്നെയാണുള്ളത്. വെള്ളത്തിൽ ഒരു താമരയിലാന്ന് പറഞ്ഞതുപോലെ യാതൊന്നിനോടും ഒരു ബന്ധവുമില്ലാതെ, വെള്ളത്തിലൊരു താമരപ്പൂവിന്റെ ഇല കിടക്കുന്നത് പോലെ യാതൊന്നിനോടും ഒരു ബന്ധവും ഇല്ലാതെ പരമനിസ്സംഗനായിട്ട്, അതായത് എല്ലാത്തിനോടും ഒരേ മനോഭാവത്തോട് നിന്നുകൊണ്ട് തീവ്രമായി വിരക്തനായിട്ട് എല്ലാത്തിനോടും വിട്ടിട്ട് എന്താണെങ്കിലും ഓക്കെ, നല്ലതാണേലും ശരി ചീത്തയാണെങ്കിലും ശരി നമ്മൾ നിശബ്ദമായി നിൽക്കുക. നിശബ്ദത പാലിക്കാൻ ഒരുപാട് കഷ്ടപ്പാടാണ്, റിയാക്ട് ചെയ്യാൻ എളുപ്പമാണ്. അത് കുടുംബത്തിലായാലും പുറത്തായാലും നമ്മളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും റിയാക്ട് ചെയ്യാൻ ഒരു സെക്കൻഡ് മതി. നിശബ്ദമായിരിക്കാൻ നല്ല തപസ് വേണം. മനസ്സിലാവുന്നുണ്ട്? നിശബ്ദത പാലിക്കാൻ നല്ല കഴിവ് വേണം, എങ്കിലേ പാലിക്കാൻ പറ്റൂ. അപ്പൊ ഞാനിപ്പോ എല്ലാത്തിനോടും വിട്ട് ഇങ്ങനെ ഈ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ മോക്ഷം കിട്ടാൻ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്നുള്ളതിന് എൻ്റെ ജീവിതം ഒരു തെളിവല്ലേ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അനാസക്തനായിട്ട് ഒന്നിനോടും ആസക്തി ഇല്ലാതെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ഞാൻ ഈ വീട്ടിലിരുന്നുകൊണ്ട് രാജ്യത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ? അതേ മുമുക്ഷുക്കൾക്ക് ഉപദേശവും കൊടുക്കുന്നുണ്ട്. മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ജ്ഞാനം ഉപദേശിക്കുന്നുണ്ട്. ഇതുപോലെ ആർക്കാണ് വീട്ടിലിരുന്നു കൊണ്ട് മുക്തി നേടാൻ പറ്റാത്തത്? എല്ലാവർക്കും മുക്തി നേടാൻ പറ്റും വീട്ടിലിരുന്നുകൊണ്ട്. ഇതൊക്കെ അദ്ദേഹം പറയാട്ടോ സുലഭയോട്. ധർമ്മധ്വജൻ പറയാണ്, വീട്ടിലിരുന്നുകൊണ്ട് അതുകൊണ്ട് എല്ലാവർക്കും മുക്തി നേടാൻ പറ്റും. സ്ത്രീകൾ പ്രത്യേകിച്ച് പരിവ്രജനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അലഞ്ഞു നടക്കുന്നത് മോക്ഷത്തിനല്ല. അതവിടുന്ന് മനസ്സിലാക്കൂ സുലഭേ. സ്ത്രീകൾ ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ അത് മോക്ഷത്തിനല്ല, പ്രത്യുത വർണ്ണസങ്കരത്തിനാണ് കാരണമായി തീരുന്നത്. വേണ്ടാധീനങ്ങളാണത്. വേറെ പേരുകളൊക്കെ സമ്പാദിക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ ആയി ആളുകൾ പലതും പറയും. തന്നെ കഠിനമായി നിരൂപണം ചെയ്തും സ്വന്തം മഹത്വത്തെ പൊക്കിക്കാണിച്ചുകൊണ്ടും കൊണ്ടുള്ള രാജാവിന്റെ വാക്കുകൾ ക്ഷമയോടുകൂടിയാണ് സുലഭ കേൾക്കുന്നത്.
ഈ രാജാവിനെ തന്നെ പൊക്കി പറയാം. രാജാവിന്റെ ക്വാളിറ്റീസ്, രാജാവ് ചെയ്ത കാര്യങ്ങൾ, ഇങ്ങനെ പല പല സംഭവങ്ങൾ ഇങ്ങനെ രാജാവ് പൊക്കി പറയാം. ഇതൊക്കെ കേട്ട് സുലഭ ക്ഷമയോടെ ഇരിക്കുകയാണ്. എന്നിട്ടോ സുലഭാദേവി ഇതൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ഉത്തരം പറഞ്ഞു. എന്താ പറഞ്ഞത്? രാജാവേ, അങ്ങ് ജീവമുക്തനാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങും അങ്ങനെ തന്നെ പറഞ്ഞ് അഭിമാനിക്കുന്നുണ്ട്. ആരാണ് മുക്തൻ? അങ്ങ് ഇത്രയും നേരം ജീവമുക്തൻ എന്നൊക്കെ പറഞ്ഞ് മോക്ഷത്തെക്കുറിച്ചും മുക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? ശരിക്കും ആരാണ് മുക്തൻ? എന്താണ് മുക്തിയുടെ ലക്ഷണം? ആരാണ് ഞാൻ എന്ന് എന്നോട് അങ്ങ് ചോദിച്ചു അല്ലേ? അങ്ങ് എന്നോട് ചോദിച്ചു ഞാൻ ആരാണെന്ന്. സുലഭ പറയണം. അവിടുത്തെ കുറേ നേരം സംസാരിച്ചു. എന്നിട്ട് അവിടുന്ന് എന്നോട് ചോദിച്ചു ഞാൻ ആരാണെന്ന്. മുക്തന്മാർക്ക് അങ്ങനെ ഒരു ഭേദഗതി ഉണ്ടാവോ? മുക്തി നേടിയ ഒരാള് ഒന്നിലും വ്യത്യാസം കാണില്ല, എല്ലാം ഒന്നാണെന്നേ ചിന്തിക്കൂ. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് ഞാൻ ആരാണെന്ന് ചോദിച്ചത്? അങ്ങനെ മുക്തി നേടിയ ഒരാൾക്ക് ഇങ്ങനെ ഒരു വ്യത്യാസം കാണാൻ പറ്റുമോ? സന്ധി വിഗ്രഹാദി രാജധർമ്മങ്ങളും മറ്റു രാജ്യാംഗങ്ങളുമാണോ ഒരു മുക്തന്റെ ലക്ഷണം? രാജ്യവും ഐശ്വര്യവും ദണ്ഡനീതികളും ഛത്രചാമരാദി രാജ ചിഹ്നങ്ങളും മുക്തന്റെ ലക്ഷണങ്ങളാണോ? അങ്ങ് രാജാവിനെ പോലെ, വലിയ ഛത്രപതിയെ പോലെ അങ്ങിരിക്കുന്നുണ്ട്, രാജമുദ്രകളുണ്ട്. ഇതൊക്കെയാണോ ഒരു മുക്തന്റെ ലക്ഷണം എന്ന് പറയുന്നത്? പരിവ്രജനം ആവശ്യമില്ലെന്നും ഗൃഹത്തിലിരുന്നു കൊണ്ട് തന്നെ മോക്ഷശാസ്ത്രം അഭ്യസിക്കാമെന്നൊക്കെ അങ്ങ് പറയുന്നുണ്ടല്ലോ. ഗൃഹകുടുംബാദി, അതായത് വീടും വീട്ടിലെ ആളുകളും സംസാര ഘടകങ്ങളെ ഉപേക്ഷിക്കാൻ വയ്യാത്തത് കൊണ്ടല്ലേ അങ്ങ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങേക്ക് അങ്ങയുടെ വീട് ഉപേക്ഷിക്കാൻ വയ്യ, അങ്ങയുടെ വീട്ടിലെ ആൾക്കാരെ ഉപേക്ഷിക്കാൻ വയ്യ, ഒന്നും ഉപേക്ഷിക്കാൻ വയ്യ. അതുകൊണ്ടല്ലേ അങ്ങ് ഇവിടെ തന്നെ ഇരിക്കുന്നതും ഇതുപോലെയെല്ലാം ന്യായീകരിച്ച് പറയുന്നതും. ജീവമുക്തനാണെന്ന് അഭിമാനിക്കുന്ന അങ്ങ് എൻ്റെ സ്ത്രീ രൂപത്തെയും സൗന്ദര്യത്തെയും കുറിച്ചല്ലേ ആദ്യം പറഞ്ഞത്? ഞാനൊരു സ്ത്രീയാണ്, സ്ത്രീകൾ ഇങ്ങനെ നടക്കുന്നത് ശരിയല്ല, രൂപം കാണുമ്പോൾ സൗന്ദര്യമുണ്ട്, ഈ സൗന്ദര്യം വെച്ച് നോക്കുമ്പം അവിടുന്ന് ഒരു ഭിക്ഷണിക്ക് ഭിക്ഷ യാചിച്ചിങ്ങനെ പോകുന്ന കാര്യം ശരിയല്ല. ഇതൊക്കെ അല്ലേ അങ്ങ് പറയുന്നത്? അപ്പൊ അങ്ങ് ആദ്യം കണ്ടത് എൻ്റെ സൗന്ദര്യമല്ലേ? ഞാനൊരു സ്ത്രീയാന്നുള്ളൊരു സങ്കല്പത്തിൽ നിന്നുകൊണ്ടല്ലേ അങ്ങ് സംസാരിച്ചത്? ഈ സാമിജികന്മാരുടെ മുമ്പിൽ മുക്തനാണെന്ന് അഭിമാനിക്കുകയും, എന്താണ്, ഈ സ്വാമിജികന്മാരുടെ മുമ്പിൽ മുക്തനാണെന്ന് അഭിമാനിക്കാനും ഒരു ഗൃഹസ്ഥനായി ജീവിക്കാനും അങ്ങേക്ക് ലജ്ജയില്ലേ? സുലഭ ചോദിക്കുകയാണ്. ഈ ജനങ്ങളുടെ മുമ്പിലൊക്കെ അവിടുന്ന് ഒരു മോക്ഷം നേടിയ ആളാണ്, മുക്തി നേടിയ ആളാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ അങ്ങേക്ക് നാണോ ഇല്ലേ? മുക്തനായ ഒരാൾക്ക് വീട്ടിൽ ജീവിക്കുന്ന ജീവിതം, ഗാർഹിക ജീവിതം ഒരിക്കലും യോജിച്ചതല്ലെന്ന് ഇനിയെങ്കിലും അവിടുന്ന് മനസ്സിലാക്കുക. ഉത്തമ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവളും യോഗസിദ്ധിയും ജ്ഞാനസമ്പന്നവും മോക്ഷശാസ്ത്രത്തിൽ അനുഭൂതി വരുത്തിയിട്ടുള്ളവളുമായതുകൊണ്ടാണ് ഞാൻ പരിവ്രജനം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലോകങ്ങളും യാത്ര ചെയ്ത് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ഭിക്ഷുണിയുടെ നിഷിദ്ധമായിരിക്കുന്ന, അതായത് ഒരു അറഗൻ്റായിരിക്കുന്ന വാക്കുകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, നിഷേധിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന പോലെയുള്ള വാക്കുകൾ കേട്ടിട്ട് രാജാവിന് ഒന്നും പറയാൻ സാധിച്ചില്ല. രാജാവ് ഇങ്ങനെ സ്റ്റക്കായി കേട്ടിരിക്കുകയാണ്. അല്ലയോ യുധിഷ്ഠിര, സുലഭയുടെ വാക്കുകളിൽ നിന്ന് നിന്റെ സംശയമൊക്കെ തീർന്നില്ലേ? മുക്തന്മാർക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല? അഹങ്കാരമുണ്ടാവില്ല, ഞാനെന്ന ഭാവമുണ്ടാവില്ല. എനിക്ക് മുക്തിയുണ്ട്, എനിക്ക് മോക്ഷശാസ്ത്രം അറിയാം, എനിക്ക് അതറിയാം, ഇതറിയാം, ഞാൻ 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 ഈ ഭാവം ഒരിക്കലും മുക്തന്മാർക്ക് ഉണ്ടാവില്ല. അഹം, ഞാനെന്ന ഭാവം ഉണ്ടാവില്ല. ഗൃഹസ്ഥന്മാർക്ക് അഹം മുഴുവനായിട്ട് ഉപേക്ഷിക്കാനും കഴിയില്ല. വീട്ടിൽ താമസിക്കുന്ന ഗൃഹസ്ഥരായിരിക്കുന്ന ആളുകൾക്ക് അഹങ്കാരം, ഞാനെന്ന ഭാവം പൂർണ്ണമായി ഉപേക്ഷിക്കാനും കഴിയില്ല. അതുകൊണ്ട് ജ്ഞാനം നേടിയിട്ട്
ജീവമുക്തനായിട്ടുള്ള ഒരാള് ഇനി മുക്തി നേടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും വീട്ടില് നിന്നുകൊണ്ട് അഹങ്കാര ഭാവത്തോടു കൂടി ജീവിക്കില്ല. അവരെന്തായാലും പുറത്തേക്ക് പോകും. എന്നാൽ വീട്ടിൽ ജീവിക്കുന്ന ആൾക്കോ ഞാനെന്ന ഭാവവും അഹങ്കാരവും ഉപേക്ഷിക്കാനും കഴിയില്ല. എന്നാൽ വീട്ടിൽ നിന്ന് പുറത്തു പോയ ഒരാൾക്കോ ലോക കാര്യങ്ങളിൽ അവർ ഇടപെടില്ല. അവിടെ ആരെന്ത് എവിടെ സംഭവിച്ചാലും അവര് ഹരഹരോ ഹരഹര ഹരേ കൃഷ്ണ ഈ മനോഭാവത്തിൽ പോകും. അവർ വീട്ടിൽ നിന്ന് സ്വന്തം ഗൃഹം ഉപേക്ഷിച്ച് ഇറങ്ങിയ ഒരു വ്യക്തി, മോക്ഷം തേടി നടക്കുന്ന ഒരു വ്യക്തി പിന്നെ മറ്റുള്ള ഒരു കാര്യത്തിലും ഇടപെടില്ല, ഒന്നിനെ കുറിച്ചും ചിന്തിക്കില്ല, സൈലന്റ് ആണ്. എന്ത് ചുറ്റുപാട് സംഭവിച്ചാലും അവരൊന്നിനും ഇടപെടില്ല. അതാണ് അവരുടെ രീതി. വ്യാസൻ ശുഗന് നൽകിയൊരു ഉപദേശമുണ്ട്. പിന്നെ ധർമ്മപുത്രർ ചോദിച്ചു, വ്യാസദേവൻ തൻ്റെ മകനായിരിക്കുന്ന ശുഗന് കൊടുത്ത ഉപദേശങ്ങളെ പറ്റിയാണ് ചോദിച്ചത്. വ്യാസദേവൻ അദ്ദേഹത്തിന്റെ മകനായിരിക്കുന്ന ശുഗന് കുറച്ച് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശുഗൻ എങ്ങനെയാണ് നിർവേദവും വൈരാഗ്യവും വന്നത് എന്ന ചോദ്യം. ശുഗന് എങ്ങനെയാണ് വൈരാഗ്യവും അതുപോലെ എന്ത് വന്നത്, വൈരാഗ്യവും നിർവേദവും വന്നത് എന്ന ചോദ്യമാണ് പിന്നീട് ചോദിക്കുന്നത്. ഭീഷ്മ പിതാമഹൻ അപ്പം എന്ത് ചെയ്തു, വ്യാസന്റെ ഉപദേശങ്ങളെ കുറിച്ച് അങ്ങ് വിവരിച്ചു കൊടുക്കുകയാണ്. യുധിഷ്ഠിരൻ ചോദിച്ച ചോദ്യത്തിന് ഭീഷ്മ പിതാമഹൻ അങ്ങോട്ട് ഉപദേശം കൊടുക്കുകയാണ്. എന്താ പറയുന്നത്, യാതൊരു ഭയവും കൂടാതെ ഒരു പേടിയും കൂടാതെ പ്രാകൃതാചാരപരനായിട്ട് നടന്നിരുന്ന ശുഗനെ വ്യാസൻ എല്ലാ വേദങ്ങളും പഠിപ്പിച്ചു. വ്യാസന്റെ മകനാണ് കേട്ടോ ശുഗൻ. എല്ലാ വേദങ്ങളും പഠിപ്പിച്ചിട്ട് ഇങ്ങനെ ഉപദേശിച്ചു. എന്താ ഉപദേശിക്കുന്നത്, അല്ലയോ മോനെ പുത്ര, ഈ വൈദിക ധർമ്മങ്ങൾ അനുസരിച്ചിട്ട് നീ ജീവിക്കണം. മനസ്സിലാവുന്നുണ്ടോ മോനെ, നീ വൈദിക ധർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കണം. ശീതോഷ്ണ സുഗധാദികളിൽ, അതായത് ചൂടായാലും തണുപ്പായാലും എന്തായാലും എങ്ങനെയായാലും അതിലൊക്കെ നിർവികാരനായിട്ട്, ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ്, അങ്ങനെ എന്ത് കാലാവസ്ഥയാണെങ്കിലും ശരി അതിലൊന്നും പ്രത്യേക ഒരു വികാരം ഉണ്ട്. അയ്യോ ചൂട് സഹിക്കാൻ പറ്റുന്നില്ലേ, അയ്യോ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ലേ, അങ്ങനെയൊന്നും വേണ്ട. നിർവികാരനായിട്ട് അസംഖനായിട്ട് ലോകത്തിൽ നീ സഞ്ചരിക്കുക. നീ നോർമലായിട്ട് അങ്ങ് ജീവിച്ചു പോയിക്കോളൂ. നീ അതിൽ ചൂട് കൂടുതലാണ്, അല്ലെങ്കിൽ എനിക്ക് ചൂടുള്ളടുത്ത് ഇരിക്കാൻ പറ്റില്ല, തണുപ്പുള്ളടുത്ത് ഇരിക്കാൻ പറ്റില്ല എന്ന മനോഭാവത്തിൽ നീ ജീവിക്കണ്ട. നീ നിസ്സംഗനായിട്ട് നീ മുന്നോട്ട് പോവുക. സത്യധർമാദികളിൽ അടിയുറച്ച ഒരു ജീവിതത്തിനെ സാഫല്യമുള്ളൂ. സത്യവും ധർമ്മവും ജീവിതത്തിന്റെ കൂടെ ഉണ്ടോ, നിന്റെ ജീവിതത്തിനൊരു പൂർണ്ണതയുണ്ടാവും. നീ ഒരിക്കലും ഒരു പ്രാകൃതനെ പോലെ, അതായത് ഈ ലോകത്തിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരാളെ പോലെ എന്ത് ചെയ്യരുത്, ജീവിക്കോ പ്രവർത്തിക്കോ നീ ചെയ്യരുത്. ഒരു പ്രാകൃതൻ മീൻസ് ഒരു ആദിവാസിയെ പോലെ നീ ജീവിച്ച് നീ തീരരുത്. ഓരോ ദിവസവും ഒരു മിനിറ്റ്, എന്നിട്ട് വേഗം ചെന്ന് കുളിക്കട്ടാ. അപ്പോ ഈ ഒരു നിർവികാരനായിക്കൊണ്ട് നീ ഒരു തരത്തിലും ചൂടും തണുപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് നീ ജീവിക്കരുത്. സത്യധർമാദികളിൽ നീ ഉറച്ചു നിൽക്കുക. അങ്ങനെ ഉറച്ചു നിന്നുകൊണ്ട് നീ എന്ത് ചെയ്യുക, അങ്ങനെ ജീവിച്ചാൽ നിന്റെ ജീവിതത്തിന് ഒരു സാഫല്യം ഉണ്ടാവും, ഒരു പൂർണ്ണതയുണ്ടാവും. നീ ഒരിക്കലും ഒരു എന്താ പറയാ പ്രാകൃതനെ പോലെ, ഒരു കാട്ടിൽ ജീവിക്കുന്ന വ്യക്തിയെ പോലെ നീ ജീവിക്കരുത്. പ്രവർത്തിക്കാനും പാടില്ല. ഓരോ ദിവസവും ജീവിതം കുറഞ്ഞു കുറഞ്ഞു വരിക മോനെ. ഇന്ന് രാത്രി കഴിഞ്ഞാൽ ഇന്ന് രാത്രി കഴിഞ്ഞ്, ഇപ്പൊ കഴിഞ്ഞ 2024 കഴിഞ്ഞു, 23 കഴിഞ്ഞു, നമ്മുടെ ജീവിതം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴാണ് നമ്മളെ മരണം വന്ന് കൊണ്ടുപോവുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല. മരണം വന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് എപ്പോഴാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് കടമകളൊന്നും നമ്മൾ നീട്ടി വെക്കരുത് മോനെ. അദ്ദേഹം പറഞ്ഞു കൊടുക്കാണ്, കടമകളൊന്നും നമ്മൾ നീട്ടി വെക്കരുത്. ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് തീർക്കണം. നാളെ ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നമ്മൾ ചെയ്യണം. മനസ്സിലായില്ലേ? എപ്പോഴും ധർമ്മത്തിന്റെ പാതയിൽ നമ്മൾ ജീവിക്കണം.
വേദജ്ഞന്മാരും ധർമ്മ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരുമായിരിക്കുന്ന മഹാത്മാക്കളെയാണ് നമ്മൾ സേവിക്കേണ്ടത്. വേദമാർഗത്തിലും ധർമ്മത്തിന്റെ വഴിയിലും സഞ്ചരിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? സേവിക്കണം. അവരുടെ ഉപദേശം അനുസരിച്ചുകൊണ്ട് നമ്മൾ ന്യായത്തിന്റെ രീതിയിൽ ജീവിക്കണം. ലോകത്തിൽ തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കാൻ നമ്മളെ പലരും എന്ത് ചെയ്യും? നമ്മളെ പ്രലോഭിപ്പിക്കും. അതെല്ലാം നമ്മൾ അതിജീവിക്കണം മോനെ. ആ വഴിക്ക് പോയാൽ അങ്ങനെ ചെയ്യാം, ഈ വഴിക്ക് പോയാൽ ഇങ്ങനെ ചെയ്യാം, പലതും പറയും. ചെയ്യരുത്. അതെല്ലാം നമ്മൾ അതിജീവിച്ചു കൊണ്ട് പോകണം. എട്ടുകാലി അതിന്റെ ദേഹജയമായ നൂല് കൊണ്ട് വല കെട്ടുകയാണ് അല്ലെ. അതിന്റെ ദേഹത്തിൽ നിന്ന് തന്നെ വരുന്ന ഒരു ഇത് വെച്ചിട്ട് വല കെട്ടിയിട്ട് കഴിവുകളെല്ലാം നശിപ്പിച്ച് കളയുന്നത് പോലെ നീ ചുറ്റിക്കറങ്ങി നിന്റെ കഴിവുകളെ നശിപ്പിക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്നാ ചെയ്യപ്പോ ഇങ്ങനെ സോയാ ഫ്രൈയാ ടൊമാറ്റോ ഫ്രൈ பண்ணலாமா? ടൊമാറ്റോ இருக்கு. ഓക്കെ, ഒരു 15 മിനിറ്റ്സ്. സൂപ്പർ. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നീ ചുറ്റിക്കറങ്ങിക്കൊണ്ട് നീ ഇങ്ങനെ നടന്ന് നിന്റെ കഴിവിനെ നീ നശിപ്പിക്കരുത്. അപ്പോ നീ അറിയുന്നില്ല മോനെ, നിന്റെ ജീവിതം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും നിനക്ക് എത്രത്തോളം കഴിവുണ്ടെന്നും നീ അറിയുന്നില്ല. ലോകം മൃത്യുഹതമാണ്. മനസ്സിലായില്ലേ? ഈ ലോകം എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ കൈകളിലുള്ളതാണ്. എല്ലാവരും മരിക്കും. ജരയും മൃത്യുഹതമാണ്. നമ്മുടെ പ്രായം, സൗന്ദര്യം എല്ലാം പോയി പോകും. ജരയും മൃത്യുവും നിന്നെ പിടിച്ച് വിഴുങ്ങാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നമ്മളെല്ലാം പ്രായമാവും, അതുപോലെ മരണവും നമ്മളെ എന്തായാലും കൊണ്ടുപോകും. അത് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് ധർമ്മമാകുന്ന വഞ്ചിയിൽ കയറിയിട്ട് ഈ സംസാര സാഗരത്തിൽ നിന്ന് വേഗം നീ രക്ഷപ്പെടണം. ധർമ്മത്തിന്റെ വഴിയിലൂടെ നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കണം. വളരെ ജന്മങ്ങൾക്ക് ശേഷമാണ്, ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബ്രാഹ്മണ ജന്മം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നീ പാഴാക്കി കളയരുത് മോനെ. കുറേ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ബ്രാഹ്മണ ജന്മം കിട്ടിയത്. അർത്ഥകാമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഒരു ബ്രാഹ്മണന്റെ ശരീരം. മനസ്സിലായില്ലേ? ഒരുപാട് കാമവും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതല്ല ഒരു ബ്രാഹ്മണന്റെ ശരീരം. തപസ്സുകൊണ്ടും ദുഃഖം സഹിച്ചും മോക്ഷം നേടാനാണ് ഒരു ബ്രാഹ്മണൻ സഹിക്കേണ്ടത്, അല്ലെങ്കിൽ ശ്രമിക്കേണ്ടത്. സാധ്യായമാണ് അതിന് പറ്റിയ ഉപായം. സാത്വികമായിരിക്കുന്ന, എല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുന്ന ആ ജീവിതമാണ് മോനെ അതിനുള്ള ഒരു വഴി. ഇവിടെ ധർമ്മം തെറ്റി നടക്കുന്നവര്, ധർമ്മത്തിൽ നിന്ന് മാറി ജീവിക്കുന്നവരും, സ്വേച്ഛാചാരികളും, അതായത് സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരും, പരോപദ്രവം ചെയ്യുന്നവര്, അതായത് മറ്റുള്ളവർക്ക് ദുരിതം ചെയ്യുന്നവരും ബുദ്ധിമുട്ടിപ്പിക്കുന്നവരും, ദുർമാർഗങ്ങളിൽ സഞ്ചരിച്ച് തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് അസത്യവാദം ചെയ്യുന്നവരും, കളവും കള്ളത്തരവും പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരും, പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരും, തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരും, നിഷിദ്ധാ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരും യമലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ ശരീരം എടുക്കുകയും പലതരം, നമ്മളവിടെ യമന്റെ ലോകത്തിലെത്തിയാൽ നമ്മളെല്ലാവരും വേറെ ശരീരം സ്വീകരിക്കും. എന്നിട്ടോ പലതരം ശിക്ഷകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും മോനെ. തെറ്റായ ഒരു കാര്യം ചെയ്താൽ ദുഷ്കർമ്മത്തിന്റെ ശക്തിക്കനുസരിച്ച്, നമ്മൾ എന്തെല്ലാം ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിന്റെ ശക്തിക്കനുസരിച്ചുള്ള ശിക്ഷ ആ യമദേവൻ നമുക്ക് തരും. ധർമ്മപരമായിരിക്കുന്ന സുകൃതികൾ സ്വർഗലോകത്തിലെത്തി സുഖം അനുഭവിക്കും മോനെ. ധർമ്മം ചെയ്താൽ സ്വർഗത്തിലെത്തി സുഖം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു പോകും. യമലോകത്തിലെത്തിയിട്ട് ശിക്ഷകൾക്ക് നമ്മൾ വിധേയപ്പെടാൻ പാടില്ല. അവരെ സ്വർഗത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ബ്രാഹ്മണനായി ജീവിച്ചിട്ട് യമലോകത്ത് പോയിട്ട് നമ്മൾ ദുഃഖം അനുഭവിക്കാൻ പാടില്ല. നമ്മൾ ബ്രാഹ്മണനായി ജനിച്ച് ധർമ്മത്തിന്റെ പാതയിൽ പോയിട്ട് നമ്മൾ സ്വർഗത്തിൽ പോയി സുഖം അനുഭവിക്കണം. അതുകൊണ്ട് മോനെ, പുത്ര, നീ യമലോകത്തിലുള്ള കഠിനമായിരിക്കുന്ന ശിക്ഷകൾക്ക് വിധേയപ്പെടാതെ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യണം? സത്യധർമ്മങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കണം മോനെ. എന്നാൽ മാത്രമാണ് മരിച്ച് യമലോകത്തിൽ എത്തുമ്പോ യമന്റെ ആദരവ് നിനക്ക് ലഭിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? യമന്റെ ആദരവ് നിനക്ക് കിട്ടൂ. അപ്പോഴാണ് നിനക്ക് എവിടെ എത്താൻ പറ്റുക? സ്വർഗത്തിലെത്താൻ പറ്റുക. അതുകൊണ്ട് ഈ ലോകത്തിൽ നീ
യോഗസിദ്ധിക്ക് വേണ്ടി മനസ്സ് വെക്കണം മോനെ. യോഗസിദ്ധി നേടാൻ വേണ്ടി നീ മനസ്സ് വെക്കണം. അല്ലാതെ യമന്റെ ലോകത്ത് പോയിട്ട് ശിക്ഷ അനുഭവിക്കാനുള്ള ഒരു അവസ്ഥ നീ ഉണ്ടാക്കിയെടുക്കരുത്. അതാണ് നിന്നോട് ഞാൻ പറയുന്നത്. മഹത്തായ കാര്യങ്ങൾ ചെയ്യൂ, നന്മയുള്ള കാര്യങ്ങൾ ചെയ്യൂ, ധർമ്മത്തിന്റെ പാതയിൽ പോകൂ എന്ന് പറയുന്നത്. ഈ ലോകത്തിലും വേറെ ലോകത്തിലും ദുഃഖങ്ങൾ ഇല്ലാതിരിക്കാൻ, പാപങ്ങൾക്കെല്ലാം പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ട് അത് മാത്രമാണ് മോനെ ഒരു വഴിയുള്ളത്. ദുരാഗ്രഹങ്ങളും മറ്റ് ശത്രുക്കളും സുഹൃത്തിനെ പോലെ ഉടുപ്പ് ധരിച്ചിട്ട് സുഹൃത്താണെന്നും പറഞ്ഞുകൊണ്ട് നല്ല സ്നേഹഭാവത്തോടു കൂടി നിന്റെ അടുത്ത് വരും, നിന്റെ കൂടെ കൂടും. ഞാൻ നിന്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നിന്റെ കൂടെ നടന്ന് നിന്റെ കൂടെ ഇരുന്ന് സ്നേഹം കാണിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യും? നിന്നെ വഞ്ചിച്ചിട്ട് പോകും. അതുകൊണ്ട് അവരെ നീ ശരിയായി മനസ്സിലാക്കണം മകനെ. അവയുടെ വലയിലൊന്നും നീ കുടുങ്ങിപ്പോകരുത്. കാമം, ക്രോധം, രാഗം, ദ്വേഷം മുതലായ ശത്രുക്കളെ ജയിച്ച ഒരാൾക്ക് ഒരിക്കലും ഭയപ്പെടേണ്ടി വരില്ല മോനെ. നമ്മുടെ കർമ്മം കൊണ്ടുണ്ടാകുന്ന ധർമാധർമ്മങ്ങൾ മാത്രമാണ്. നമ്മൾ എന്തെല്ലാം ഈ ലോകത്തില് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ എന്തെല്ലാം ധർമ്മങ്ങൾ ചെയ്തോ ആ ധർമ്മങ്ങൾ മാത്രമാണ് മോനെ നമ്മൾ മരിച്ചാൽ നമ്മളെ പിന്തുടരുന്നത്. അല്ലാതെ നമ്മൾ നേടിവെച്ച കാര്യങ്ങളൊന്നും നമ്മളെ മരിച്ചാൽ പിന്തുടരില്ല. നമ്മൾ ഈ ഭൂമിയിൽ എന്തെല്ലാം ധർമ്മങ്ങളാണോ ചെയ്യുന്നത് ആ ധർമ്മങ്ങൾ മാത്രമാണ് നമുക്ക് തുണയായിട്ടുണ്ടാവുന്നത്. ഭൗതികമായിട്ട് ഈ ലോകത്തില് നമ്മൾ എത്ര തന്നെ പൈസ ഉണ്ടാക്കിയാലും ശരി, അതെല്ലാം ഇവിടെ വിട്ട് നമ്മൾ പോണം. മനസ്സിലായില്ലേ? ഇവിടെ വിട്ട് നമ്മൾ പോണം. ബന്ധുക്കളെല്ലാം നമ്മളെ ഉപേക്ഷിച്ചു പോകും മോനെ. ഒന്നും നമുക്ക് കിട്ടില്ല. ന മാതൃപുത്ര ബാന്ധവാനാം സംസ്തുതാ പ്രിയോജന അനുവ്രജന്തി സങ്കടേ വ്രജന്തമേകപാധിനം യദേവ കർമ്മ കേവലം പുരാകൃതം ശുഭാശുഭം തഥേവ പുത്രസാർത്തികം ഭവത്യാമുത്ര ഗച്ഛത എന്ന് പറഞ്ഞാല് മാതാപിതാക്കളോ, അതായത് അച്ഛനമ്മമാരോ മക്കളോ ബന്ധുക്കളോ നാം ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോ നമ്മുടെ കൂടെ വരൂല മോനെ. അച്ഛനും വരില്ല, അമ്മയും വരില്ല, മക്കളും വരില്ല, ബന്ധുക്കളും വരില്ല, സുഹൃത്തുക്കളും വരില്ല, ആരും നമ്മുടെ കൂടെ വരില്ല. നമ്മള് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തോ ആ കർമ്മത്തിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന പുണ്യ പാപമായിരിക്കുന്ന കാര്യങ്ങൾ, പുണ്യവും പാപവും മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവൂ. ആ കാര്യം നീ എപ്പോഴും ഓർക്കണം മോനെ. യമന് ആരോടും ഒരു ദയയില്ല. മനസ്സിലായില്ലേ? യമന് ആരോടും ഒരു ദയയില്ല. അപ്പോ അവൻ എപ്പോഴും എല്ലാരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നിന്റെ സ്നേഹിതന്മാര് പോലും നിന്റെ കൂടെ വരൂല. നീ മരിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോ നിന്റെ സ്നേഹിതന്മാര് പോലും നിന്റെ കൂടെ ഉണ്ടാവില്ല മോനെ. അതുകൊണ്ട് ആരെയും അതിയായി സ്നേഹിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അദ്ദേഹം പറഞ്ഞു കൊടുക്കാണ്, ആരെയും അതിയായി സ്നേഹിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ആരും നമ്മുടെ കൂടെ വരൂല എന്നുള്ള കാര്യം നീ ആലോചിക്കുക. എന്നിട്ടോ അത് നമ്മുടെ ബന്ധത്തെ ദൃഢമാക്കി മഹത്തായ ദുഃഖത്തിന് കാരണമാക്കുന്നു. നമ്മൾ ആരെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് ആ ഒരു ബന്ധം നമ്മളെ ഡീപ്പാക്കി നിർത്തിയിട്ട് പിന്നീട് നമുക്കൊരു ദുഃഖം നൽകിയിട്ട് പോയി പോകും. നമ്മൾ മരിച്ചാൽ നമ്മുടെ കൂടെ വരൂല. അതുകൊണ്ട് ഈ ലോകത്തിൽ നിനക്കൊരാശ്രയമെന്ന് നീ ഒരിക്കലും ഒരാളെയും കരുതരുത്. ആകെ ആശ്രയമായിട്ടുള്ളത് ഈശ്വരൻ മാത്രമാണ്. മരണാനന്തര യാത്രയിൽ നിനക്ക് സഹായമാകുന്ന, നമ്മുടെ മരിച്ചു കഴിഞ്ഞാലുള്ള നമ്മുടെ യാത്രയിൽ നിനക്ക് സഹായമാകുന്ന സത്യധർമാദികളെ, സത്യത്തെയും ധർമ്മത്തെയും മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ ലോകത്തില് നിസ്സംഗനായിട്ട് എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും സത്യത്തെയും ധർമ്മത്തെയും മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു പരാതിയില്ലാതെ, ഒരു പരിഭവവുമില്ലാതെ, ഒരു വീണ്ടു വിചാരങ്ങളുമില്ലാതെ, ഒരു തരത്തിലും ആരെയും അപലപിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാതെ അനാസക്തനായിക്കൊണ്ട് ജീവിച്ച് തീരുക നമ്മൾ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകാൻ നമുക്ക് ആകെയുള്ളത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പുണ്യമായിരിക്കുന്ന കാര്യങ്ങളും പാപമായിരിക്കുന്ന കാര്യങ്ങളും മാത്രമാണ്. എന്നിട്ടോ കിം തേ ധനേന കിം ബന്ധുഭിസ്തേ കിം തേ പുത്രേ പുത്രഗയോ മരിഷ്യസി ആത്മാനച്ചിഗുഹാം പ്രവിഷ്ടം പിതാമഹാസ്തേ ക്വഗജാത്തേ സർവജേ. അല്ലയോ മോനെ, എന്തിനാണ് നിനക്ക് വിത്തം? എന്തിനാണ് നിനക്ക് ബന്ധുക്കള്? എന്തിനു വേണ്ടിയാണ് മക്കള്?
എത്ര തന്നെ സുഖ സൗകര്യങ്ങൾ നമ്മൾ നേടിയെടുത്താലും അതുകൊണ്ട് നിനക്ക് എന്താ മോനെ കാര്യമുള്ളത്? നീ മരിക്കാനുള്ളവനാണ്, മനസ്സിലാവുന്നുണ്ടോ? നീ മരിക്കേണ്ടവനാണ്. അവരെ കൊണ്ടൊന്നും നീ പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന നിന്റെ അച്ഛനെ കൊണ്ടോ അമ്മയെ കൊണ്ടോ സുഹൃത്തുക്കളെ കൊണ്ടോ മകനെ കൊണ്ടോ മകളെ കൊണ്ടോ ഭാര്യയെ കൊണ്ടോ ഭർത്താവിനെ കൊണ്ടോ ആരെ കൊണ്ടും നമ്മുടെ മരണം തടയാൻ കഴിയില്ല. നീ നിന്റെ ആത്മാവിനെ അന്വേഷിക്കൂ മോനെ. നിനക്കുള്ളിലിരിക്കുന്ന ആത്മാവിനെ നീ അന്വേഷിക്കൂ. നിന്റെ ഹൃദയത്തിന്റെ ഗുഹയ്ക്ക് ഉള്ളില് ഇരിക്കുന്ന ആത്മാവിനെ കണ്ടെത്തിയാൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. അല്ലാതെ ശരീരമാകുന്ന നമ്മുടെ ഈ പുറംചട്ടയ്ക്കുള്ള ബന്ധുമിത്രാദികൾ ആദിയായിട്ടുള്ള ഒരു ബന്ധങ്ങളും നമുക്ക് ശാശ്വതമല്ല. ഇന്നല്ലെങ്കിൽ നാളെ സൗന്ദര്യവും സുഖവും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ചേർത്ത് പിടിക്കാനും തള്ളിപ്പറയാനും മാത്രമുള്ള ബന്ധങ്ങളെ നമുക്കുള്ളൂ എന്ന് നമ്മൾ ഓർക്കുക. നമ്മുടെ ആത്മാവ് മാത്രമായിരിക്കും ശാശ്വതമായി നമുക്കുണ്ടാവുന്നത്. അതുകൊണ്ട് ആത്മാവിനെ അന്വേഷിക്കണം, അതാണ് വേണ്ടത്. യമൻ എപ്പോഴാണ് വരാന്ന് നമുക്കറിയില്ല. നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ യമൻ എപ്പോ വരുമെന്ന്? പറയാൻ പറ്റില്ല. അതുകൊണ്ട് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും പൂർത്തിയാക്കി വെക്കുക. വൈകുന്നേരം ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ രാവിലെ തന്നെ ചെയ്തു തീർക്കുക. അത് വൈകിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ വൈകിട്ട് ചെയ്യാൻ നമ്മൾ ഉണ്ടാവില്ല മോനെ. അതുകൊണ്ട് വൈകുന്നേരം ചെയ്യേണ്ടത് രാവിലെ തന്നെ ചെയ്യാം. ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും യമൻ നോക്കൂല. യമൻ വന്നാൽ എടുക്ക പോവുക, അത്രേ ഉള്ളൂ. അപ്പോ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തു തീർക്കുക. ഒരു നിമിഷം പോലും യമൻ നമുക്ക് വേണ്ടി ഒഴിവ് തരില്ല മോനെ, എക്സ്ക്യൂസ് പറയില്ല യമൻ. അതുകൊണ്ട് അല്ലയോ മോനെ, നീ നിന്റെ ജീവിതത്തിൽ പിന്നീട് പശ്ചാത്തപിക്കാൻ ഇടവരാത്ത രീതിയിൽ എന്ത് ചെയ്യണം? നിന്റെ ജീവിതത്തെ നീ ധർമ്മം കൊണ്ടും സത്യം കൊണ്ടും നീതി കൊണ്ടും ന്യായം കൊണ്ടും സമ്പൂർണമാക്കി വെക്കുക. അതോർക്കുക, നീ സമ്പാദിക്കുന്ന സമ്പാദ്യമല്ല നമ്മുടെ കൂട്ടത്തിൽ പോകുന്നത്. നീ നേടിയെടുത്ത് വെച്ച പണം അത്രയും ഇവിടെ വെച്ചിട്ടാണ് നീ പോകേണ്ടി വരിക. നീ ചേർത്ത് വെച്ച് നിന്റെ ജീവനേക്കാൾ ഏറെ മുറുകെ പിടിച്ച സർവ സമ്പാദ്യങ്ങളെയും ഇവിടെ ഇട്ടുകൊണ്ട് നീ ചെയ്ത പുണ്യ പാപ ഫലങ്ങൾ മാത്രമായിരിക്കും നീ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ധർമ്മത്തിനനുസരിച്ച് സദാചാരപരമായിരിക്കുന്ന ഒരു ജീവിതമാണ് നയിക്കേണ്ടത്. ഭൗതിക കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ അങ്ങ് പിൻവലിച്ചേക്ക്. ആധ്യാത്മികതയിൽ നിന്റെ മനസ്സിനെ നീ ഉറപ്പിച്ചു നിർത്തുമോനെ. അവിടെയാണ് നിനക്ക് നിന്റെ ആത്മാവിനെ തിരിച്ചറിയാൻ സാധിക്കുക. ഈ രീതിയിൽ അച്ഛനായിരിക്കുന്ന കൃഷ്ണദ്വൈപായൻ, ആരാണ്? വ്യാസദേവൻ. അദ്ദേഹം ഉപദേശിച്ച നല്ല വാക്കുകൾ കേട്ടിട്ട് വ്യാസന്റെ മകനായ ശുഗൻ എന്താ ചെയ്തത്? അച്ഛനെ വിട്ടിട്ട് മോക്ഷമാർഗം ഉപദേശിക്കാൻ ശക്തനായിരിക്കുന്ന ഒരു ഗുരുവിനെ തേടി പുറപ്പെട്ടു. അങ്ങനെ ശുഭാശുഭ കർമ്മങ്ങളുടെ ഫലം എന്നുള്ള ഒരു അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ പോവാണ്. പിന്നെ യുധിഷ്ഠിരൻ ചോദിച്ചത് എന്താ? യജ്ഞം, ദാനം, തപസ്, ഗുരു ശുശ്രൂഷ മുതലായ ശുഭകർമ്മങ്ങളുടെയും മറ്റ് അശുഭ കർമ്മങ്ങളുടെയും ഫലം എന്താണെന്നറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു യുധിഷ്ഠിരൻ പറഞ്ഞു. അപ്പോ ഭീഷ്മ പിതാമഹൻ കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? യുധിഷ്ഠിര, ദുഷ്ടമായിരിക്കുന്ന കർമ്മങ്ങളിൽ ബുദ്ധി കൊണ്ടുപോയി വെച്ചാൽ, അതായത് തെറ്റായ ദുഷ്ടത്തരമുള്ള കാര്യങ്ങളിൽ നമ്മുടെ ബുദ്ധിയെ കൊണ്ടുപോയി വെച്ചാൽ മനസ്സ് പാപത്തിൽ പെട്ടുപോകും യുധിഷ്ഠിര. ഉറപ്പായിട്ടും മനസ്സ് പാപത്തിൽ പെട്ടുപോകും. കാരണം നമ്മുടെ ബുദ്ധിയിൽ ദുഷ്ടത്തരം വരാൻ പാടില്ല. അത് ദുഃഖത്തിന് കാരണമാവും. ഒരാളെ വേദനിപ്പിക്കുക, അവരെക്കുറിച്ച് കുറ്റം പറയുക, കുറവ് പറയുക, ഇത് ദുഷ്ട സ്വഭാവമാണ്. ഇത് ദുഷ്ടത്തരത്തിന് കാരണമാണ്. അത് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയി പാപത്തിലിട്ടേക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? പാപത്തിൻ്റെ ഫലമായിട്ട് ദരിദ്രമായി പോകും നമ്മുടെ ജീവിതം. നമ്മൾ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞ് നടന്നാൽ നമ്മുടെ ജീവിതം എന്തായി? പാപമായി പോവും. അതുകൊണ്ട് ആ പാപം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദാരിദ്ര്യം വന്നു ചേരും. ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും
പേടിയിൽ നിന്ന് പേടിയിലേക്കും നമ്മുടെ ജീവിതം പോയിക്കൊണ്ടേയിരിക്കും. ധർമ്മത്തിൽ ശ്രദ്ധയും വിശ്വാസമുള്ളവരുടെ മനസ്സ്, ധർമ്മത്തിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ, വിശ്വാസം ഉണ്ടെങ്കിൽ അവരുടെ മനസ്സ് എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് പുണ്യമാണ് നേടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഫലമായിട്ട് അവരെപ്പോഴും സുഖത്തിൽ നിന്ന് സുഖത്തിലേക്കും സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്കും അവരിങ്ങനെ സഞ്ചരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ദുഃഖം വരാതിരിക്കാനുള്ള പ്രധാന കാരണം നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക, മറ്റുള്ളവരുടെ കുറവുകളെ നമ്മൾ ചൂണ്ടിക്കാണിച്ച് സമയം കളയാതിരിക്കുക, നമ്മൾ ഉയർന്നുകൊണ്ടേയിരിക്കുക ആത്മീയതയിൽ. മനസ്സിലാവുന്നുണ്ടോ? ശ്രേയസിൽ നിന്ന് ശ്രേയസിലേക്ക് നമ്മൾ പോണമെങ്കിൽ നമ്മൾ നന്മ മാത്രം പറയുക, ഒരിക്കലും കുറ്റം പറയാതിരിക്കുക. അവിശ്വാസികളായിരിക്കുന്ന നാസ്തികന്മാരുടെ കഥ അതിന് കൃത്യമാണ്. ഒരു വിശ്വാസവും ഇല്ലാത്ത നാസ്തികരായിട്ടുള്ള ആൾക്കാരുടെ കഥ എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണം. അവർക്ക് സുഖം അനുഭവിക്കാൻ കഴിയില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ മാത്രമേ അവർക്ക് സുഖം ഉണ്ടെന്ന് തോന്നൂ, പക്ഷെ അവർക്ക് സുഖം അനുഭവിക്കാൻ കഴിയില്ല. അവർക്ക് പതിരിനെ നെല്ലായിട്ട് കണക്കാക്കാമോ എന്ന് ചോദിച്ചാൽ നെല്ലും പതിരും അവർക്ക് തിരിച്ചറിയാൻ പറ്റൂല. പത്തായപ്പാറ്റയെ പക്ഷിയായി കണക്കാക്കാമോ? പത്തായത്തിലിരിക്കുന്ന പാറ്റേനെ കണ്ടാൽ അത് പക്ഷിയായിട്ട് കണക്കാക്കാൻ പറ്റുമോ? അതുപോലെയാണ് സത്യവും ധർമ്മവും ഒക്കെ ഇല്ലാതെ പോയൊരു മനുഷ്യൻ. അവൻ വെറും കൊള്ളൂലാത്ത വ്യക്തിയാണ്. സത്യവും ധർമ്മവും ഇല്ലേ, അവർക്കൊരു സുഖവും സന്തോഷവും ഇല്ല. ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എപ്പോഴും എന്താണ് അഭിരാജ്? ഓരോരുത്തരും ചെയ്യുന്ന എൻ്റെ സ്റ്റുഡൻ്റാണ് ഗുരുകുലത്തിലെ. ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എപ്പോഴും അവനോട് ഒട്ടി നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എപ്പോഴും നമ്മളോട് ഇങ്ങനെ ചേർന്ന് നിൽക്കും. അതിൽ നിന്ന് വിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. സത്കർമ്മമായാലും ശരി ദുഷ്കർമ്മമായാലും ശരി അതിങ്ങനെ ജന്മജന്മാന്തരങ്ങൾ നമ്മളെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അതവൻ അനുഭവിച്ചേ തീരൂ, ഒരു സംശയവും ഇല്ല. മാതാവിൻ്റെ ഗർഭത്തിൽ പ്രവേശിക്കുന്നത് മുതലുള്ള, അമ്മയുടെ ഗർഭത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ മുതലുള്ള എല്ലാ അനുഭവങ്ങളും അതിന് കാരണമാണ്. നമ്മൾ ആ സമയം മുതൽ നമ്മുടെ കർമ്മഫലം അനുഭവിച്ചു തുടങ്ങുകയാണ്. സമയം വരുന്ന സമയത്ത് വൃക്ഷങ്ങളെല്ലാം പൂക്കും, അല്ലേ? സമയം വരുമ്പോൾ വൃക്ഷങ്ങളെല്ലാം പൂവിടും, കായ വരും, ആ കായ പഴുക്കും. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും എന്താണ്, സമയം വരുമ്പോൾ ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മുടെ കർമ്മഫലങ്ങൾ നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുന്നത്. സുഖവും ദുഃഖവും നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. കർമ്മഫലം അനുസരിച്ച് മനസ്സിങ്ങനെ വ്യാപരിക്കുകയാണ് ഓരോരോ സ്ഥലങ്ങളിലേക്ക്. അത് ഇത് എന്ന് പറഞ്ഞിട്ട് അതിന് കാരണവും നമ്മൾ തന്നെയാണ്, നമ്മുടെ കർമ്മഫലം തന്നെയാണ്. യഥാധേനു സഹസ്രേഷു വത്സോ വിന്ദതി മാധരം തഥാ പൂർവകൃതം കർമ്മ കർത്താരുമനുഗച്ഛതി എന്ന് വെച്ചാല് 1000 പശുക്കൾക്ക് 1000 കുട്ടികൾ ഉണ്ടാകും. എന്നാലും ഓരോ കുട്ടിയും അതിൻ്റെ അമ്മയെ അറിയുന്നത് പോലെയാണ്. മനസ്സിലായില്ലേ? കർമ്മം അതിൻ്റെ കർത്താവിനെ തിരിച്ചറിയുന്നത്. എത്ര ജന്മങ്ങൾ എടുത്താലും എന്താണ്, ആ ഓരോ വ്യക്തിയുടെ കർമ്മഫലവും ആ കർമ്മഫലം തിരിച്ചറിയും. ഇന്ന ആളാണ് ഇന്നത് ചെയ്തത്, ഇന്ന ആളാണ് ഇത് ചെയ്തത് എന്നിങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ പൂർവകൃത കർമ്മങ്ങൾ, അതായത് പൂർവജന്മത്തിൽ നമ്മൾ ചെയ്ത ഓരോരോ കർമ്മങ്ങളും നമ്മളുടെ അടുത്തേക്ക് തന്നെ എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും നമ്മളുടെ അടുത്തേക്ക് തന്നെ വരും, ഒരു സംശയവും ഇല്ല. അതെവിടെ ചെന്നാലും നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. ജയ് ശ്രീ രാധേ രാധേ പ്രഭുജി. നമ്മുടെ അടുത്തേക്ക് തന്നെ അത് തിരിച്ചെത്തും, ഒരിക്കലും അത് തെറ്റിപ്പോകൂല. എന്നാൽ പുണ്യകർമ്മങ്ങൾ, അതായത് തപസ് പോലെയുള്ള എല്ലാ കാര്യങ്ങളും, ഈശ്വര ഭജനം, പുണ്യകർമ്മങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ സാധനങ്ങൾ കൊണ്ട്, ഇതുപോലുള്ള സാധന കൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി വെച്ചിട്ട് ദുഷ്കർമ്മങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? രക്ഷ നേടണം. നമ്മൾ ദുഷ്കർമ്മങ്ങളും പാപങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് നമ്മൾ രക്ഷ നേടി നമ്മൾ പുറത്തു വന്നു കഴിഞ്ഞാൽ എന്തായി? നമുക്ക് ശാന്തിയും സമാധാനമുള്ള ഒരു ജീവിതം കിട്ടും. സുഹൃതികളുടെ മാർഗം തിരിച്ചറിയാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ലത് ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതം തിരിച്ചറിയുക, അവരോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്, എളുപ്പമല്ല. ശകുനി നാമിവാകേശ മത്സ്യാനമവിവച്ചോദകേ
പദം യഥാന ദൃശ്യേത തഥാ പുണ്യകൃതാം ഗതി എന്ന് വെച്ചാൽ ആകാശത്തിൽ പറക്കുന്ന പക്ഷികളുടെയും വെള്ളത്തിൽ സഞ്ചരിക്കുന്ന മത്സ്യങ്ങളുടെയും വഴി അറിയാൻ സാധിക്കാത്തതുപോലെയാണ് സുകൃതികളുടെ വഴി. അവർ പോകുന്ന വഴി ചിലപ്പോൾ നമ്മൾ വിചാരിക്കും തെറ്റാണെന്ന്, ചിലപ്പോൾ അത് ശരിയാണെന്ന് വിചാരിക്കും, നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. അവര് ആകാശത്തിൽ പോകുന്ന ഒരു പക്ഷിയുടെ വഴി നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതുപോലെ എന്താണ്, വെള്ളത്തിൽ സഞ്ചരിക്കുന്ന മത്സ്യത്തിന്റെ വഴിയും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അതേപോലെ സുകൃതികൾ സഞ്ചരിക്കുന്ന വഴി നമ്മൾ വിചാരിക്കും എന്താണ്, ഏതോ തെറ്റായ വഴിയാണ്, ഏതോ ശരിയായ വഴിയാണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അതൊരിക്കലും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ മുന്നോട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ശ്രീ ശുഗന്റെ ജനനവും ജീവിതവുമാണ്. അത് കുറച്ച് വലിയ ഒരു ചാപ്റ്ററാണ്. നാളെ എടുക്കാം. ഓക്കെ, നാളെ രാത്രി 8:30 മണിക്ക് എടുക്കാം. കാരണം എനിക്ക് 5 മണിക്ക് ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വൈകുന്നേരം. 5 to 6, 6:15 വരെ ഒരു സെക്ഷൻ ഗുരുകുലം ബാച്ച്, UKG മുതൽ 3rd സ്റ്റാൻഡേർഡ് വരേക്കും. പിന്നെ അത് കഴിഞ്ഞ് പൂജ കഴിഞ്ഞാൽ പിന്നെ 7 to 8 ഒരു ബാച്ച്. അത് കഴിയുമ്പോൾ 8:30 നമ്മുടെ ബാച്ച്. അപ്പോൾ ഇപ്പം എൻ്റെ കുട്ടികളൊക്കെ ഉറങ്ങിപ്പോകും. അപ്പോൾ ഇപ്പം 3ഉം 4ഉം ബാച്ച് വൈസ് ക്ലാസ് പോകുന്നുണ്ട്. കുട്ടികൾക്ക് വെക്കേഷൻ അല്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ് ചിലപ്പം നൈറ്റ് ആകുമ്പോൾ ഒരു 9 മണിക്ക് തുടങ്ങി നമുക്കൊരു 10 മണി 1 hour നമുക്ക് തീർക്കാം. കാരണം കുറേ കുട്ടികളും ഉണ്ട്, അവരെയും പഠിപ്പിക്കാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ എന്തുണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിടും. ഇന്ന് 4-5 ക്ലാസ് എടുത്ത് എൻ്റെ തൊണ്ട പോയി. അപ്പോൾ ഇനി കുറച്ച് റെസ്റ്റ് വേണം. എന്തുണ്ടെങ്കിലും മെസ്സേജ് ചെയ്തിടും വാട്സപ്പിലേക്ക്. പ്രത്യേകിച്ച് ഈ ബുക്ക് ആവശ്യമുള്ളൊരു അഡ്രസ്സ് ചെയ്തിടും കേട്ടോ. മിസ് കോൾസിലേക്ക് കുറച്ച് മിസ് കോൾസ് ആയിട്ട് ഞാൻ നാളെ നിങ്ങൾ ഓരോരുത്തരെയായിട്ട് ഫ്രീ ടൈം നോക്കി വിളിക്കാം. ഓക്കെ, അപ്പം എല്ലാവരും സമാധാനമായിട്ടിരിക്കുക. അയ്യോ, ഒരു കാര്യം ഉണ്ടായിരുന്നു, വെയിറ്റ്, പോകല്ലേ കേട്ടോ. ഒരു പ്രത്യേക കാര്യം ഉണ്ടായിരുന്നു, മറന്നുപോയി. ഒരേ സെക്കൻഡ്, ആരും പോകല്ലേ. കുഴപ്പമില്ലേ മാതാജി? നമ്മുടെ ഒരു മേഘക്കുട്ടി, എൻ്റെ വളരെ പ്രിയപ്പെട്ട മേഘക്കുട്ടി, ഒരു കുഞ്ഞുകുട്ടി, നല്ല മോളാണ്, എപ്പോഴും ലൈവ് കാണും. അവൾ ഒരു പാട്ട് പാടി അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും കേൾക്കൂട്ടോ. അന്നയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കൃഷ്ണന്റെ ഒരു പാട്ട് പാടുകയാണ് കേട്ടാ. അന്നയ്ക്ക് ഇഷ്ടാവോന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ. അറിയുമോ കൃഷ്ണ എന്നെ, അറിയുമോ കൃഷ്ണ, അറിയുമോ കൃഷ്ണ എന്നെ, അറിയുമോ കൃഷ്ണ, ഞാൻ അറിയുമോ കൃഷ്ണ എന്നെ, അറിയുമോ കൃഷ്ണ, അറിയുമോ കൃഷ്ണ എന്നെ, അറിയുമോ കൃഷ്ണ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരയോ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരയോ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരയോ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരയോ. പാട്ട് ഇത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല. ഞാനത് എന്തായിരുന്നു 3 പ്രാവശ്യം ഒന്ന് കേട്ട് വന്നിട്ട് ഞാനൊന്ന് 3 പ്രാവശ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. എന്നിട്ട് വെറുതെ ഒന്ന് പാടി നോക്കിയപ്പോഴേക്കും അതേപോലെ കിട്ടി. അതുപോലെ ഞാൻ ആന്റിക്ക് വേണ്ടി ഞാൻ പാടിത്തന്നതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു ധൃതിക്കുട്ടി. വളരെ ചെറിയ കുട്ടിയാണ്. അതേ സുധി, കുഞ്ഞു കുട്ടി. നമ്മുടെ ലൈവ് എന്നും കാണും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ലൈവിൽ കമൻറ്റ് ഇട്ടു, ആൻറ്റി എൻ്റെ പാട്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓർത്തു, ദൈവമേ കുറേ മെസ്സേജ് ഉണ്ടല്ലോ. ഞാനാണെങ്കിൽ ഈ കുട്ടിയുടെ നമ്പറും സേവ് ചെയ്തിട്ടില്ല. അപ്പോൾ കുറേ മെസ്സേജ് ഉണ്ടല്ലോ, എന്താ ചെയ്യുക. അപ്പോൾ അന്ന് തന്നെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ രാത്രിയിൽ ഈ കുട്ടിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം ഞാനിങ്ങനെ മെസ്സേജ് തപ്പാൻ തുടങ്ങി. തപ്പി ഞാൻ എന്ത് ചെയ്ത് അവസാനം ഈ മെസ്സേജിൽ എത്തിപ്പെട്ട് ഈ പാട്ട് കേട്ടപ്പോൾ കൊള്ളാലോ ഇത്. അത് ചെറിയ കുട്ടി, വളരെ ചെറിയ കുട്ടി, ധൃതിക്കുട്ടി നന്നായിട്ട് പാടി തന്ന ആ ഫീലേ, ആ പാട്ടിൻ്റെ ഫീല്, അറിയുമോ കൃഷ്ണ എന്നുള്ളത്, എന്താ പറയുക,
ഭയങ്കര ബ്ലെസ്സിങ് തന്നെ. എന്തായാലും ധൃതിക്കുട്ടി ലൈവിലുണ്ടെന്ന് കരുതുന്നു. എന്തായാലും മോളുവിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. ഇപ്പം ഈ ആൻറ്റി മാത്രമല്ല കേട്ടത്, ഒരുപാട് ആൻറ്റിമാരും അങ്കിൾമാരും എല്ലാവരും കേട്ടു. മോൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. നന്നായിട്ട് പഠിക്കുക, ഇനിയും പാട്ട് പാടുക. പാട്ട് പഠിച്ച് പാടുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ഫീലോടുകൂടി ഭഗവാനോടുള്ള ആ ഒരു ഇഷ്ടമാണ് മോളുടെ ശബ്ദത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഭംഗി. അതെന്നും നിലനിർത്തുക. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഇപ്പോൾ ആൻറ്റി പാട്ട് കേട്ടു എന്നുള്ള കാര്യം ഓക്കെ ആയല്ലോ. അപ്പം എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ. അവൾക്ക് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും. നമ്മുടെ ഗുരുകുലത്തിൽ പുതിയതായിട്ട് ഏകദേശം 100ഓളം കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നമ്മൾ ബാച്ച് വൈസ് ക്ലാസ് കൊടുക്കുന്നു. LKG മുതലുള്ള കുട്ടികളുണ്ട്. വ്യക്തിത്വ വികസനവും ഒപ്പം ഭക്തിയുമാണ്. അപ്പം അവർക്കെല്ലാവർക്കും നമ്മളെ കൊണ്ടാവുന്ന പോലെ ടൈം നോക്കി ക്ലാസ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും നന്നായി വരട്ടെ. ഓക്കെ. हरे कृष्णा. सर्वम कृष्णार्पणमस्तु. प्रभुपाद की जय. गुरु महाराज की जय. राधा पवनपुरेशन की जय. ओम श्री मात्रे नमः. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഗുരുവായൂർ മഞ്ജരീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവാൻ താല്പര്യമുള്ളവർ 93 42 49 49 41 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇടുക. അതുപോലെ ഗുരുവായൂർ മഞ്ജരീസ് ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഒന്ന് ഫോളോ ബട്ടൺ പ്രസ് ചെയ്തിടുക. നമ്മളൊരു മോണിറ്റൈസേഷനും വാങ്ങുന്നില്ല. ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. നമ്മൾക്ക് വേണ്ടത് മാക്സിമം പ്രീച്ചിങ് ആണ്. അതുപോലെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പ്രസ് ചെയ്ത് വെക്കാൻ പറയുന്നത്. ലൈവിലുണ്ടല്ലേ ധൃതിക്കുട്ടി. അതുപോലെ ഏകാദശി ബുക്ക് എത്തിയിട്ടുണ്ട്. ആർക്ക് ആവശ്യമുണ്ടെങ്കിലും പെട്ടെന്ന് എനിക്ക് ഈ നമ്പറിലേക്ക് വാട്സപ്പ് മാത്രം വിളിക്കേണ്ട, വാട്സപ്പ് മെസ്സേജ് ഇട്ട് തരിക. ഈ ബുക്ക് ഞാൻ അയച്ചു തരാം. ഇനി വളരെ കുറച്ച് ബുക്സ് എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ അടുത്ത സെഗ്മെൻറ്റ് ഓർഡർ ചെയ്തിട്ട് വേണം. അപ്പം അതുകൊണ്ട് ഇത് ആവശ്യമുള്ളവർ മാക്സിമം എല്ലാവരും അഡ്രസ്സ് അയച്ചു തരിക. പിൻകോഡ് തെറ്റാതെ അയക്കുക. ഒരു വട്ടം ഓർഡർ തന്നവർ രണ്ടാമത്തെ വട്ടം അയക്കരുത്. നാളെ മറ്റന്നാളായിട്ട് ഇവിടുന്ന് ബുക്ക് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ. ഇസ്കോണിൻ്റെ ബുക്ക് തന്നെയാണത്. അപ്പോൾ ഏകാദശിയെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും അതിലുണ്ട്. ഹരേ കൃഷ്ണ. ശുഭരാത്രി. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ഇനി നാളെ രാത്രി കാണാം. ഓക്കെ. നല്ല മഴയാണല്ലേ. ചൂടെടുത്ത് ചത്ത് അല്ലേ. അയ്യോ സ്വാമി, രക്ഷയില്ല. ഇവിടെ ഞങ്ങൾ ഫാൻ വെച്ചുകൊണ്ട് കഷ്ടപ്പെടുന്നു. ഓക്കെ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ.